വേറൊരു കാര്യം പറഞ്ഞുതരാം. മീൻസ് നിങ്ങൾക്ക് ഇവിടെയും പിന്നെ സ്റ്റഡി ഹബിലുണ്ട്, സ്റ്റഡി ഹബിൽ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന്റെ സ്റ്റഡി ഹബിലുണ്ട്. ഓക്കെ, സപ്പോസ് ഒരു വർഷം 12 മാസം അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ 12 മാസം എഴുതുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഓരോ മാസവും 2% ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞു. ഓരോ മാസവും 2% ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞു, അപ് ടു 12 മന്ത്സ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം എത്ര ശതമാനം ഇൻട്രസ്റ്റ് കിട്ടും? സാധാരണ രീതിയിൽ എത്ര ശതമാനം കിട്ടും? ഓരോ മാസം 2% നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, 24%, അതായത് 12 × 2 24% അല്ലേ? 24% എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും ഇല്ലേ? ഓക്കെ, സപ്പോസ് നിങ്ങൾ $1000 ആണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഓരോ മാസം എന്ത് ചെയ്യും, 2% വീതം ഞാൻ പൈസ തരും ഇല്ലേ? അത് കോമ്പൗണ്ട് ചെയ്യാതെ ഇൻട്രസ്റ്റ് ആണ് 24%. ഓക്കെ, കോമ്പൗണ്ട് ചെയ്യാതെയുള്ള ഇൻട്രസ്റ്റ് ആണ് 24% എന്ന് പറയുന്നത്. ഇത് കോമ്പൗണ്ട് ചെയ്താൽ, അത് മീൻസ് നിങ്ങൾക്ക് 2% കിട്ടി, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് എടുക്കുന്നില്ല. ആ പൈസ അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ 2% എന്ന് പറഞ്ഞാൽ 1000ന്റെ 2% എന്ന് പറയുമ്പോൾ 20 അല്ലേ? 1000 2% എന്ന് പറഞ്ഞാൽ 20 അല്ലേ? അപ്പൊ $20 നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, പക്ഷേ നിങ്ങൾ അത് എടുക്കുന്നില്ല. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ പൈസ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ കോമ്പൗണ്ട് ചെയ്ത് വരും. അപ്പൊ നെറ്റ് എഫക്ട് 24% ഒരു വർഷം കിട്ടുക നിങ്ങൾക്ക്, അതോ അതിൽ കൂടുതൽ കിട്ടുമോ? 24%-നേക്കാൾ കൂടുതൽ കിട്ടൂലേ? അങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റിനാണ് എന്താ പറയാ, എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയാം. എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഒരു വർഷം എഫക്റ്റീവ്ലി നിങ്ങൾക്ക് എത്ര കോമ്പൗണ്ട് ചെയ്ത് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നുണ്ട്, അതിനാണ് എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയാം. ഷോർട്ട് ഫോം ആക്കിയിട്ട് വേണമെങ്കിൽ EAIR എന്ന് പറയാം, എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. അത് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് 1+R. അതായത് R എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ എഫക്റ്റീവ്ലി നമുക്ക് കിട്ടുന്നത്, ടോട്ടൽ ഒരു വർഷം എഫക്റ്റീവ്ലി കിട്ടുന്നത് ഈക്വൽ ടു 1+R ഈക്വൽ ടു 1+R റൈസ് ടു n. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു വർഷം കോമ്പൗണ്ട് ചെയ്തിട്ട്, മീൻസ് ഒരു മാസം എത്രയാണെങ്കിൽ കോമ്പൗണ്ട് ചെയ്തിട്ട് ഒരു വർഷം നമുക്ക് എത്ര കിട്ടുമെന്ന് കാണാൻ പറ്റും. ഈ ഒരു കേസിൽ ഞാൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് കാണുന്നത് എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയ R ആണ്. സോ 1+R ഈക്വൽ ടു, ഓക്കെ, R എന്തായാലും 24 അല്ല, കാരണം മാസം 2% കിട്ടുകയാണെങ്കിൽ 12 മാസം 24 അല്ല, അതിൽ കൂടുതൽ ഉണ്ടാവും. ആ കൂടിയ വാല്യൂ ആണ് R എന്ന് പറയാം. സോ 1+R ഈക്വൽ ടു 1+ സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞാൽ മാസം കിട്ടുന്നത്, ഒരു മാസം കിട്ടുന്ന എത്ര, 2%. സോ 0.02 അല്ലെങ്കിൽ 2% എടുക്കാം. 0.02 റേസ് ടു ദ പവർ, എത്ര മാസങ്ങളുണ്ട്, എത്ര ടൈം പീരീഡ് ഉണ്ട് അവിടെ, കോമ്പൗണ്ട് ചെയ്തല്ലേ 12, റേസ് ടു ദ പവർ 12 മാസം അല്ലേ? ഒരു വർഷത്തിൽ 12 മാസം, റേസ് ടു 12 ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക, R കിട്ടുക. ഓക്കെ, R ഒന്ന് സോൾവ് ചെയ്തേ. അതൊരു വർഷത്തിൽ 24% ആണോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടുമോ നമുക്ക് നോക്കാം. ഇരുപത്തിയാറ് 26.8. അതായത് 26.8% എന്ത് ചെയ്യും, നമുക്കൊരു വർഷം ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഒരു മാസം 2% കിട്ടുകയാണെങ്കിൽ ഒരു വർഷം 26.8, 24 അല്ല കേട്ടോ, അത് കോമ്പൗണ്ട് ചെയ്ത് വരികയാണെങ്കിൽ എത്ര കിട്ടും? മീൻസ് നമ്മളത് എടുക്കുന്നില്ല, അതിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാൻ അസ്യൂം ചെയ്യാം. എടുക്കാതെ നമുക്ക് ഒരു വർഷം എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയ 26.8 ആണ് കിട്ടുക. ഓക്കെ, ഇനി ഇതേ കേസ് ഞാൻ വേറെ രീതി ചിന്തിക്കാം. ഇതേ ഇക്വേഷൻ വെച്ചിട്ട് വേറെ രീതി ചെയ്യാൻ പറ്റും. ഓക്കെ, എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യണേ. ആ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യണേ. അത് ചിലപ്പോൾ MCQ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സംഭവം സിമ്പിളാ, എനിക്ക് തോന്നുന്നത് MA പഠിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, വേറെ ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ഒരു വർഷം പിന്നെ 24% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഒരു വർഷത്തിൽ 24% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, അത് എഫക്റ്റീവ്ലി കിട്ടുന്ന. അങ്ങനെയെങ്കിൽ മീൻസ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 24%. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 1 മന്തിൽ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരിക? 1 മന്തിൽ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരിക? എടാ 1 മന്തിൽ 12% ഡിവൈഡഡ് ബൈ 12, 24% ഡിവൈഡഡ് ബൈ 12 2 ആണോ കിട്ടുക? ആണോ? എടാ 1 മന്തിൽ എത്ര ഇൻട്രസ്റ്റ് റേറ്റ്? ഒരു വർഷത്തെയാണ് ഇൻട്രസ്റ്റ് റേറ്റ്, 1 ഇയറിലെ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് അത് കോമ്പൗണ്ട് ചെയ്ത് വരുന്നതാണ്. ഒരു മാസം എത്രയായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവുക? എടാ അത് 12%. ചോദ്യം 12%-നെ ഡിവൈഡഡ് ബൈ 24%-നെ ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ കിട്ടുന്ന 2% ആണോ ആൻസർ? അതിൽ കൂടുതൽ വരും, അതിൽ കുറവായിരിക്കും? മീൻസ് കൂടുതലായിരിക്കും വരിക. 24 കോമ്പൗണ്ട് ചെയ്തിട്ടുള്ളതാണ് 24%. അങ്ങനെയെങ്കിൽ ഒരു മാസത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 2%-നേക്കാളും 2%-നേക്കാളും, അതായത് 24% ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ 2% കിട്ടും. ഓക്കെ, 2% ആയിരിക്കും ഒരു മന്തിൽ വരിക ഇൻട്രസ്റ്റ് റേറ്റ് വരിക. അതായത് 24% കോമ്പൗണ്ട് ചെയ്ത് വരുന്നതാണ്. ആണോ? 2%-നേക്കാൾ കുറവല്ല വരിക. എങ്ങനെ 2%-നേക്കാൾ കൂടുതൽ വരിക? മീൻസ് 2%-നേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ അത് കോമ്പൗണ്ട് ചെയ്ത് വരുമ്പോൾ 24%-നേക്കാളും എന്ത് ചെയ്തിട്ടുണ്ട്, എന്തായാലും 2% ആയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയത് 26%. നേരത്തെ ക്വസ്റ്റ്യൻ മാസം 2% ആയാൽ തന്നെ എന്തായി, ഒരു വർഷം 26.8% ആയി. ഓക്കെ, അങ്ങനെയെങ്കിൽ ചോദ്യം അപ്പൊ 2-നേക്കാൾ കൂടുതൽ കിട്ടുമോ? 26.8-നേക്കാൾ കൂടുതൽ വരൂലേ? മീൻസ് നമ്മളോട് എന്റെ ചോദ്യം, ഒരു വർഷത്തിൽ 24% ആണെങ്കിൽ ഓക്കെ, അതിന് തുല്യമായി മാസം എത്ര കിട്ടണം കോമ്പൗണ്ട് ചെയ്തിട്ട്? എങ്ങനെയാണ് കാണുക? ഈ ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്താൽ പോലെ. ഓക്കെ, 1+R, R-ന്റെ പെർസെന്റേജ് എത്രയാ?
ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ക്യാപിറ്റൽ ലെറ്റർ ആർ. എത്ര പെർസെന്റേജ്? 24. 24%. 1 പ്ലസ് 24%, 0.24 ഈക്വൽ ടു 1 പ്ലസ് സ്മോൾ ലെറ്റർ ആർ അറിയോ? ഒരു മാസം എത്ര കിട്ടുന്നതെന്ന് അറിയോ? ഇല്ല, സ്മോൾ ലെറ്റർ ആർ അറിയില്ല. അത് നമുക്ക് കാണുന്നത് റൈസ് ടു ദ പവർ, ഒരു വർഷത്തിൽ 12 മാസം അല്ലേ, 12 ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഇവിടെ ആറിന് സോൾവ് ചെയ്യാം. അപ്പോൾ ഒരു മാസം എത്രയായിരിക്കും വരികയെന്ന് കിട്ടും കേട്ടോ. ഒരു മാസം എത്രയായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് വരികയെന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്തേ. 1.36 1 പോയിന്റ് എത്രടാ? വേറെ ആർക്കെങ്കിലും കിട്ടിയോ? വേറെ ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? 1.36 ആണോ? വൺ പോയിന്റ് 36 ആണോ ആൻസർ വരുന്നത്? പറഞ്ഞേ. എടാ എങ്ങനെ സോൾവ് ചെയ്യാം? ബേസിക് മാത്തമാറ്റിക്സ് ആട്ടോ. 6 സോൾവ് ചെയ്യാൻ പോണ്. മീൻസ് എന്താ ചെയ്യുക? 1 പ്ലസ് 0.24, അത് 1.24 ഈക്വൽ ടു 1 പ്ലസ് ആർ റൈസ് ടു 12. ഇവിടെ റൈസ് ടു 12 ഇല്ലേ, അത് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താ ഇവിടെ പറഞ്ഞേ? കൺഫ്യൂഷൻ ആയ ഈ 12 ഇവിടെ റൈസ് ടു ആണ്, അത് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ബേസിക് മാത്തമാറ്റിക്സാ. 1/12 1/12 ആവട്ടോ, അല്ലെങ്കിൽ റൂട്ട് 12 ആവും, 12th റൂട്ട് ആവും. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് 1/12 എടുക്കാം. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ 1/12 ആവും. അപ്പോൾ 1.24 റൈസ് ടു, ഓക്കെ, റൈസ് ടു 1/12 ഈക്വൽ ടു 1 പ്ലസ് ആർ. അപ്പോൾ ആർ ഈക്വൽ ടു 1.24 റൈസ് ടു 1/12 മൈനസ് 1. ആർ എത്ര കിട്ടുക പറഞ്ഞേ? +1 എന്ത് ചെയ്തു? അങ്ങോട്ടുണ്ടായി -1 ആയി. ആർ എത്ര വരിക? എടാ ഇത്ര പണിയുണ്ടോ? 1.24 റൈസ് ടു എത്ര? 1.80 ആണ് കിട്ടിയല്ലേ? എനിക്ക് എനിവേ മീൻസ് എടാ ചൊള്ളു 1.24. നിങ്ങൾക്കൊക്കെ സയന്റിഫിക് കാൽക്കുലേറ്റർ ഇതൊക്കെ ചെയ്യാൻ അറിയണം കേട്ടോ, നിങ്ങൾ എക്സാമിന് പോകുന്നില്ലേ. 1.24 റൈസ് ടു 1/12. ഓക്കെ, എന്ത് കിട്ടും? 1.01808. ഇതിനെന്ത് കുറച്ചാൽ മതി? 1 കുറച്ചാൽ മതി. ഓക്കെ, എത്ര കിട്ടുക? എത്ര? ഏതാ? കേട്ടില്ല. സാറ് ചെയ്യണതേ കാണാൻ. ഓ സോറി. ഓക്കെ, 1.24 റൈസ് ടു 1/12. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? -1. അതിൽ നിന്ന് -1 ചെയ്താൽ എന്ത് കിട്ടും? ഈ വാല്യൂ കിട്ടും. അതിന്റെ മീനിങ് എന്താ? ഇത് പെർസെന്റേജിലേക്ക് മാറ്റുക. എത്ര? 1.81%, 1.81%. അതായത് ഒരു വർഷത്തിൽ 24% കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു വർഷത്തിൽ 24% കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മാസം 2% കിട്ടണമെന്നില്ല. എത്ര കിട്ടിയാൽ മതിടാ? 1.81% കിട്ടിയാൽ മതി. ഓക്കെ, അത് കോമ്പൗണ്ട് ചെയ്ത് വരും കേട്ടോ. അത് കോമ്പൗണ്ട് ചെയ്ത് എന്താവും? ഒരു വർഷത്തിൽ 24% ആവും. അത് കാണുന്ന ഇക്വേഷൻ ആണ് ഇത്. 1 പ്ലസ് ആർ ഈക്വൽ ടു 1 പ്ലസ് ആർ റൈസ് ടു എൻ. 1 പ്ലസ് ആർ റൈസ് ടു എൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? വേറെ ക്വസ്റ്റൻ തരാം. ഒരു വർഷത്തിൽ ഒരു 20% കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിൽ എത്ര കിട്ടണം? ഒരു വർഷത്തിൽ 20% കിട്ടുന്നത്. ഇത് എക്സൽ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്, കാൽക്കുലേറ്ററിലാണ് ചെയ്യേണ്ടത്. ഒരു വർഷത്തിൽ 20% കിട്ടണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു മാസത്തിൽ 1 മന്തിൽ എത്ര ശതമാനം കിട്ടണം? അതാണ് എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ്. സോറി, എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് അല്ല, എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് 20% ആണ്. നമ്മളോട് മന്ത്ലി, ഓരോ മന്ത്ലി എത്ര കിട്ടണം എന്ന് ചോദിച്ചാൽ കാൽക്കുലേറ്റ് ചെയ്തേ. 1.53 ആണോ? ഓക്കെ, നോക്കാം. എങ്ങനെ നോക്കുക? ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 20% ആണ്. അപ്പോൾ 1 പ്ലസ് 20% ഈക്വൽ ടു 1 പ്ലസ് സ്മോൾ ലെറ്റർ ആർ. ഒരു മാസം ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് അറിയില്ല, ഞാൻ എന്ത് ചെയ്തു? 6 കൊടുത്തു. റൈസ് ടു ദ പവർ 12. ഓക്കെ, 6ന് സോൾവ് ചെയ്യുമ്പോൾ എന്താവും? 1 പ്ലസ് 20% അല്ല, 1.2 ഈക്വൽ ടു 1 പ്ലസ് ആർ റൈസ് ടു 12 ആവും. ഓക്കെ, 1.2 റൈസ് ടു ദ പവർ 1/2 ആവുമ്പോഴാണ് എന്ത് കിട്ടുക? 1 പ്ലസ് ആർ കിട്ടുക. ഈ 12 അങ്ങോട്ട് പോയപ്പോൾ എന്തായി? 1/12 ആയിട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഞാൻ 6ന് സോൾവ് ചെയ്യാണ്. ആർ ഈക്വൽ ടു 1.2 റൈസ് ടു 1/12 -1. സോ ആർ എത്ര കിട്ടുക? പറഞ്ഞേ. 1.53. ഓക്കെ, 1.53. ഓക്കെ, നമുക്ക് നോക്കാം. 1.53 ആണോ? 1.2 റൈസ് ടു ദ പവർ 1/12. ഓക്കെ, ഈ വാല്യൂ എന്ത് ചെയ്താൽ മതി? -1 ചെയ്താൽ മതി. അപ്പോൾ 1 ഇതിനെ പെർസെന്റേജിലേക്ക് മാറ്റിയാൽ 1 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. 1.53%. അതായത് 1.53% ഓരോ മാസം കിട്ടുകയാണെങ്കിൽ അതെന്താ? കോമ്പൗണ്ട് ചെയ്തിട്ട് ഒരു വർഷം എത്ര ആവും? 20% ആവും കേട്ടോ. ഒരു വർഷം 20% ആവും. അതാണ് ഇക്വേഷൻ, എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ?
സെറ്റ് അല്ലടാ? ആ. ഡൗട്ട് ഉണ്ടോ? മീൻസ് നിങ്ങൾ വെറുതെ ഇതിൽ വാല്യൂസ് ഇട്ടോ കേട്ടോ. ഇത് സ്റ്റഡി ഹബിലുള്ള ടോപ്പിക്കാ. സ്റ്റഡി ഹബിലുണ്ട് എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, നോക്ക്, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന്റെ സെക്ഷൻ ബി ടൈപ്പ് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, പിന്നെ അടിപൊളിയായിട്ട് ഇരിക്കാം. നമ്മൾ ഇന്നൊരു 2-3 ക്വസ്റ്റൻസ് ചെയ്യും, എന്നിട്ട് രാത്രി ബാലൻസ് രാത്രി നൈറ്റ് ക്ലാസ്സിലും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഒരു 2-3 ക്വസ്റ്റൻസ് ചെയ്യും, ബാക്കി 7:15 ആ സമയത്ത് എന്ത് ചെയ്യാം, ബാക്കി ക്വസ്റ്റൻസും ചെയ്യാം. ഓക്കെ, സെറ്റ് അല്ലേ? എടാ, ഏത് ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാലും നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ഡയറക്റ്റ്ലി വല്ലാതെ നോക്കാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഡി, ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ സിനോറിയോ വായിച്ച് നോക്കാതെ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇത് ഡയറക്റ്റ് എന്താണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജനറൽ ക്വസ്റ്റ്യൻ ആണ്, സ്പെസിഫിക് ക്വസ്റ്റ്യൻ അല്ല. നിങ്ങൾ പറഞ്ഞേ, ശ്രദ്ധിക്കണേ. നിങ്ങൾ പറഞ്ഞ ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, ഇൻ മൂവിംഗ് ഫ്രം എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇഒക്യൂൽ നിന്ന് ജസ്റ്റ് ഇൻ ടൈമിലേക്ക് മാറുക. എന്താ ജസ്റ്റ് ഇൻ ടൈമും ഇഒക്യൂ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ആർക്കാ പറയാൻ പറ്റുക? ഇഒക്യൂല് ഹോൾഡിംഗും ഓർഡറിംഗ് കോസ്റ്റും ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ഇഒക്യൂല് ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ശരിയാണ്. ബഫർ ഇല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ജസ്റ്റ് ഇൻ ടൈമിൽ ഹോൾഡിംഗ് കോസ്റ്റ് വളരെ കുറവായിരിക്കും, ഓർഡറിംഗ് കോസ്റ്റ് ആയിരിക്കും ഹൈ. ഓർഡറിംഗ് കോസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ജസ്റ്റ് ഇൻ ടൈമിൽ എപ്പോഴാണോ കസ്റ്റമർക്ക് ആവശ്യം അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെന്ററി ഓർഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇൻ ടൈമിൽ ഓർഡറിംഗ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അവിടെ നമ്മൾ ഓർഡറിംഗ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാനല്ല നോക്കുന്നത്, നമ്മൾ എന്താ നോക്കുന്നത്, ഹോൾഡിംഗ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാണ്. രണ്ടും കൂടി മിനിമൈസ് ചെയ്യാൻ നോക്കുന്നതാണ് ഇഒക്യൂ. ഓർഡറിംഗ് കോസ്റ്റ് മിനിമൈസ് ചെയ്യണം, ഹോൾഡിംഗ് കോസ്റ്റും മിനിമൈസ് ചെയ്യണം. ജസ്റ്റ് ഇൻ ടൈം പറഞ്ഞാൽ എപ്പോഴാണോ കസ്റ്റമർക്ക് ആവശ്യം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓർഡർ ചെയ്യണം. അവിടെ നമ്മൾ നോക്കുന്നത് ഹോൾഡിംഗ് കോസ്റ്റ് എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. ഒന്നെങ്കിൽ റിഡ്യൂസ് ആക്കണം, അല്ലെങ്കിൽ സീറോ ആക്കണം. ഓർഡറിംഗ് കോസ്റ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും കേട്ടോ. ഇഒക്യൂല് ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും രണ്ടും കൂടി കുറവായിരിക്കും. ഓക്കെ, ഇനി പറയുന്നത് ഇവര് ഇഒക്യൂവിൽ നിന്ന്, ഓക്കെ, ഒരു കമ്പനി ഉണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇഒക്യൂവിൽ നിന്ന് എന്തിലേക്ക് മാറി, ജസ്റ്റ് ഇൻ ടൈമിലേക്ക് മാറി, JIT-യിലേക്ക് മാറി. ഓക്കെ, അങ്ങനെയെങ്കിൽ ടോട്ടൽ ആനുവൽ ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ് വുഡ് ബി എക്സ്പെക്ടഡ് ടു ഫോൾ. അത് കുറയാൻ സാധ്യതയുണ്ട് ഹോൾഡിംഗ് കോസ്റ്റ്. ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? ഇഒക്യൂവിൽ നിന്ന് JIT-യിലേക്ക് മാറിയ ഹോൾഡിംഗ് കോസ്റ്റ് കുറയൂലേ? ഹോൾഡിംഗ് കോസ്റ്റ് കുറക്കല്ലേ JIT-ന്റെ ലക്ഷ്യം. നമ്മൾ കുറെ ഇൻവെന്ററി ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ 1000 യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത് ഇഒക്യൂ പ്രകാരം. സപ്പോസ് ഞാൻ ജസ്റ്റ് ഇൻ ടൈമിലേക്ക് മാറി, ഞാൻ എന്ത് ചെയ്തു, കസ്റ്റമർക്ക് എപ്പോഴാണ് ആവശ്യം അപ്പോഴേ ഞാൻ ഹോൾഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് കുറയും. ഓർഡറിംഗ് കോസ്റ്റ് വുഡ് ബി എക്സ്പെക്ടഡ് ടു റൈസ്. ഓർഡറിംഗ് കോസ്റ്റ് കൂടാനാണ് സാധ്യത. ശരിയാണോ തെറ്റാണോ? ഇഒക്യൂവിൽ നിന്ന് JIT-യിലേക്ക് മാറിയാൽ ഓർഡറിംഗ് കോസ്റ്റ് കൂടൂലേ? എടാ, എപ്പോഴും കസ്റ്റമർക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ ഓർഡർ ചെയ്യും. ഓർഡറിംഗ് കോസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ വളരെ ഹൈ ആയിരിക്കും, നമ്മളെ സംബന്ധിച്ച് ഓർഡറിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, ട്രൂ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇനി എന്റെ ചോദ്യം, ഇപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയി, സ്വാഭാവികമായിട്ടും ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ആയി പോയ? ഓപ്ഷൻ സി എന്തായാലും അല്ല. സി പറയുന്നത് 2-3 മാത്രമാണ് ട്രൂ ആണ്. ഓപ്ഷൻ സി എന്തായാലും അല്ല. ഓക്കെ, അത് എലിമിനേറ്റ് ആയി പോയി. ഇനി മീൻസ് ഇപ്പൊ എയും ബിയും ഡിയും ആണ് സാധ്യതകൾ ലിസ്റ്റിലുള്ളത്, വരാൻ സാധ്യതയുള്ളത്. ഇനി രണ്ടാമത്തെ നോക്ക്, പീരിയോഡിക് റിവ്യൂ മീൻസ് ഓർഡറിംഗ് ഇൻവെന്ററി വെൻ ഇറ്റ് ഫാൾസ് ബിലോ ദ ഡെസിഗ്നേറ്റഡ് സേഫ്റ്റി ഇൻവെന്ററി ലെവൽ. ഒരു സേഫ്റ്റി ഇൻവെന്ററി ലെവലിനെക്കാളും കുറയുമ്പോഴാണ് പീരിയോഡിക് റിവ്യൂ സിസ്റ്റത്തിൽ ഓർഡർ ചെയ്യുക. ശരിയാണോ? ബഫർ ഇൻവെന്ററി, അതായത് ബഫർ ഇൻവെന്ററിനേക്കാളും സേഫ്റ്റി ഇൻവെന്ററിനേക്കാളും കുറയുമ്പോഴാണ് പീരിയോഡിക് റിവ്യൂ സിസ്റ്റത്തിൽ ഓർഡർ ചെയ്യുക. അങ്ങനെയല്ല കേട്ടോ. സേഫ്റ്റി ഇൻവെന്ററിനേക്കാളും ഇടക്കിടക്ക് വന്നിട്ട് ഒരു ഡിറ്റർമൈൻ ചെയ്യും. അത് ബഫർ ഇൻവെന്ററി അല്ല. ബഫർ ഇൻവെന്ററി അവർ ഒരു എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ലെവൽ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടാവും. ആദ്യമേ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും 10,000 യൂണിറ്റ്സ് ആണ് എന്ത് ചെയ്യണം വേണ്ടതെന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. അതിനേക്കാൾ കുറയുമ്പോൾ എപ്പോഴും വന്നിട്ട് എന്ത് ചെയ്യില്ല, മീൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുക. അതിനേക്കാൾ കുറയുമ്പോൾ മാത്രമല്ല, അത് വന്ന് നോക്കുന്ന സമയത്ത് കുറവാണെങ്കിൽ, ഓക്കെ, കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നില്ല, ഓർഡർ ചെയ്യണമെന്നില്ല. അവർ ഓരോ നിശ്ചിത ഇന്റർവെൽ ഓഫ് ടൈമിൽ വന്ന് നോക്കും. ആ നോക്കുന്ന സമയത്ത് കുറവാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓർഡർ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ഒന്നാമത്തെ ശരിയാണ്, രണ്ടാമത്തെ തെറ്റാ. ഇപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ആയി പോയ, മീൻസ് ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ആയി പോയ? ഏതാ പോയ? ഡി പോയി. ഇനി ആരൊക്കെ ഉണ്ട്? എയും ബിയും അല്ലേ ഉള്ളൂ. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ നോക്ക്, യൂസ് ഓഫ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇഒക്യൂ മോഡൽ ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും ഈക്വൽ ആയിരിക്കും എന്നാണ് അസ്യൂം ചെയ്യുന്നത്. സെയിം ആയിരിക്കും. മീൻസ് സെയിം ഓർഡറിംഗ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റും സാധാരണഗതിയിൽ സെയിം ആയിരിക്കും. ബഫർ ഇൻവെന്ററി വരുമ്പോൾ എന്താവും, ഡിഫറൻസ് വരും കേട്ടോ. മീൻസ് ആ ഡിഫറൻസ് വരിക ബഫർ ഇൻവെന്ററി സാധാരണഗതിയിൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും സെയിം ആയിരിക്കും. സോ ബഫർ വരുമ്പോഴാണ് എന്ത് വരിക, ചെറിയ ഡിഫറൻസ് വരിക. മീൻസ് ബഫറിന്റെ പിന്നെ ഹോൾഡിംഗ് കോസ്റ്റും കൂടി എന്താവും, ആഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് Q/2 പ്ലസ് ബഫർ എന്ന് പറയുന്നത്. എനിവേ ബഫർ സാധാരണഗതിയിൽ എന്താണ്, ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും ഈക്വൽ ആണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാട്ടോ. സോ ഇപ്പൊ ഏത് ഓപ്ഷൻ ഇഒക്യൂല് ഹോൾഡിംഗ് കോസ്റ്റ് ഓർഡറിംഗ് കോസ്റ്റ് ഈക്വൽ അല്ലേ? ഹോൾഡിംഗ് കോസ്റ്റും നമ്മൾ അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞ ഇഒക്യൂ ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും ഈക്വൽ ആവുന്ന പിന്നെ ഓർഡറിംഗ് ക്വാണ്ടിറ്റി ആണ് ഇഒക്യൂ എന്ന് പറയുന്നത്. അത് ഈക്വൽ ആവത്തില്ല എപ്പോൾ മാത്രം, ബഫർ ഉണ്ടാകുമ്പോൾ മാത്രം. അല്ലാത്ത കേസിലൊക്കെ സാധാരണ ഗതിയിൽ എന്താണ്, ഇഒക്യൂ പിന്നെ ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും ഈക്വൽ ആണ് അല്ലേ? ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം ചെയ്തില്ലേ, ഏതായിരുന്നു, നമ്മൾ ക്യാൻഡി കമ്പനി ചെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും ഈക്വൽ ആയിരിക്കും ഇഒക്യൂല്. ബഫർ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക, ഡിഫറൻസ് വരിക. അപ്പൊ സാധാരണ ഇതിൽ എന്താണ്, പിന്നെ ഇഒക്യൂൽ ഉണ്ടാവുക ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും ഈക്വൽ ആക്കുന്ന ഓർഡറിംഗ് ക്വാണ്ടിറ്റിയാണ് ഇഒക്യൂ എന്ന് പറയാം. അത് അങ്ങനല്ലേ? നിങ്ങൾക്ക് ഇഒക്യൂ എന്താണെന്ന് മനസ്സിലായില്ല? എക്കണോമിക് ഓർഡർ ചെലവൊക്കെ കുറച്ചിട്ട്
ഇപ്പോൾ ഓർഡർ ക്വാണ്ടിറ്റി കണ്ടാൽ രണ്ടും സെയിം ആണ് മനസ്സിലായത്. രണ്ടും സെയിം ആയിരിക്കും. എടാ നമ്മൾ പിന്നെ ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും എന്താ ഹോൾഡിംഗ് കോസ്റ്റ് കുറക്കാൻ ശ്രമിക്കുമ്പോൾ ഓർഡറിംഗ് കോസ്റ്റ് കൂടും. ഓക്കെ, ഹോൾഡിംഗ് കോസ്റ്റ് കുറക്കാൻ നോക്കുമ്പോൾ ഓർഡറിംഗ് കോസ്റ്റ് കൂടും, ഓർഡറിംഗ് കോസ്റ്റ് കുറക്കാൻ നോക്കുമ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് എന്താ കൂടും. ഇവർ രണ്ടുപേരും ഏറ്റവും കുറവായി, രണ്ടുപേരും കൂടി ഏറ്റവും കുറവായിട്ട് നിൽക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഈക്വൽ ആവുന്ന പോയിന്റാണ്. ഓക്കെ, ആ പോയിന്റിലാണ് ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും ഏറ്റവും മിനിമമായിട്ട് നിൽക്കുക. ഓക്കെ, സോ രണ്ടുപേരെയും ഏറ്റവും മിനിമം ആക്കണമെന്നുണ്ടെങ്കിൽ എന്താവണം? ഞാൻ ചോദിക്കട്ടെ, ഓർഡറിംഗ് കോസ്റ്റ് ഏറ്റവും കുറവ് ഇയോക്യൂലാണോ? ഓർഡറിംഗ് കോസ്റ്റ് ഏറ്റവും കുറവ് ഇയോക്യൂലാണോ? പറയാൻ പറ്റില്ലല്ലോ. ഓർഡറിംഗ് കോസ്റ്റ് ചോദ്യം ഇത്രേ ഉള്ളൂ, വേറെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയോ. ഓർഡറിംഗ് കോസ്റ്റ് ഏറ്റവും കുറവ് ഇയോക്യൂലാണോ? ഓർഡറിംഗ് കോസ്റ്റ് ഒരിക്കലും ഇയോക്യൂൽ ആവില്ല. എപ്പോഴാണ് ഓർഡറിംഗ് കോസ്റ്റ് ഏറ്റവും കുറവാവുക? ഓർഡറിംഗ് കോസ്റ്റ് മാത്രം ഏറ്റവും കുറവാകുക എപ്പോഴാണ്? ആര് പറഞ്ഞേ? ആരെങ്കിലും പറഞ്ഞേ? നമ്പർ 4 എപ്പോഴായിരിക്കും ഏറ്റവും കുറവായി വരിക? ആയിട്ട് വാങ്ങുമ്പോൾ ഒരുമിച്ച് അതായത് ഒരു വർഷം 14 യൂണിറ്റ്സ് ഡിമാൻഡ് ഉണ്ട്. ആ 14 യൂണിറ്റ്സ് ഞാൻ ഒറ്റയടിക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ, ഒറ്റയടിക്ക് 14 യൂണിറ്റ്സ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് എന്റെ ഓർഡറിംഗ് കോസ്റ്റ് ഏറ്റവും കുറവ് വരിക. ഓക്കെ, ഇനി ഹോൾഡിംഗ് കോസ്റ്റ് ഏറ്റവും കുറവ് എപ്പോഴായിരിക്കും? ജസ്റ്റ് ഇൻ ടൈമിൽ ടൈമിൽ ജെഐടിയിലല്ലേ ഹോൾഡിംഗ് കോസ്റ്റ്. അതായത് കസ്റ്റമർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻവെന്ററി ഓർഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു യൂണിറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു യൂണിറ്റ് 0 യൂണിറ്റ്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോഴാണ് ഹോൾഡിംഗ് കോസ്റ്റ് ഏറ്റവും കുറവായി നിൽക്കുക. ഓക്കെ, ജെഐടിയിലാണ് ഹോൾഡിംഗ് കോസ്റ്റ് ഏറ്റവും കുറവുണ്ടാവുക കേട്ടോ. ഓക്കെ, ഇയോക്യൂവിനെ സംബന്ധിച്ച് ഒരാൾ ഒറ്റക്ക് ഹോൾഡിംഗ് കോസ്റ്റ് ഏറ്റവും കുറവുള്ളത് ഇയോക്യൂലല്ല, ഓർഡറിംഗ് കോസ്റ്റ് ഏറ്റവും കുറവുള്ളതും ഇയോക്യൂലല്ല. ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും രണ്ടും കൂടെ ഏറ്റവും കുറവുള്ളത് ഏതിലാണ്? ഇയോക്യൂലാണ്. ഓക്കെ, ഐഡിയ മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ എംസിക്ക് ചോദിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ചോദിക്കണമെന്നില്ല കേട്ടോ, എംസിക്ക് വേണമെങ്കിൽ ചോദിച്ചേക്കാം. ഓക്കെ, ഐഡിയ മനസ്സിലായോ? ലോജിക്ക് ഞാൻ മീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഐഡിയ പിന്നെ ലോജിക്ക് മനസ്സിലാവണം. ഇയോക്യൂലല്ല ഏറ്റവും കുറവ്, ഓർഡറിംഗ് കോസ്റ്റ് ഏറ്റവും കുറവ് ഇയോക്യൂലല്ല, ഹോൾഡിംഗ് കോസ്റ്റും ഏറ്റവും കുറവ് ഇയോക്യൂലല്ല. പക്ഷേ രണ്ടും കൂടി ഏറ്റവും കുറവ് ഏതിലാണ്? ഇയോക്യൂലാണ്. എനിവേ ഓപ്ഷൻ സി ശരിയാണ്. അപ്പൊ ഏത് ആൻസർ ഏതാ വരിക? 1 ഉള്ളി അല്ല, അപ്പോൾ ബി ആണോ? ബി 1 and 3 ശരിയാണ്, 1 ഉം 3 ശരിയാണ്. ഓക്കെ, ഇനി ഈ നോക്കടാ, ഈ ഓപ്ഷൻ ഇ, ദ ഫോളോയിങ് ബെനിഫിറ്റ്സ് ഹാസ് ബീൻ അട്രിബ്യൂട്ടഡ് ടു ജസ്റ്റ് ഇൻ ടൈം. ജെഐടിയുടെ ബെനിഫിറ്റുകൾ താഴെ പറയുന്നതാണ്. ഇതിൽ ഏതൊക്കെയാണ് ജസ്റ്റിഫൈഡ്, അതായത് ഏതൊക്കെയാണ് ശരി? ഇൻവെന്ററി ലെവൽ റിഡ്യൂസ് ചെയ്യാൻ പറ്റും ജെഐടിയിൽ, ഒന്നാമത്തെ ശരിയാണോ? ജെഐടിയിൽ ഇൻവെന്ററി ലെവൽ കുറയൂലേ? ഓക്കെ, ഇത് ശരിയാണ്. വേസ്റ്റ് കുറക്കാൻ പറ്റും ജെഐടിയിൽ, ശരിയാണോ? ശരിയാണ്, വേസ്റ്റ് കുറക്കാൻ പറ്റും. ഓക്കെ, പ്രൊഡക്ഷൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും, തെറ്റാണോ? പ്രൊഡ്യൂസ് ഓക്കെ, തെറ്റാണ്. ഓക്കെ, നിങ്ങൾ തെറ്റാന്ന് വിചാരിച്ചോ, ഞാൻ ഓക്കെ തെറ്റാന്ന് വിചാരിച്ചു, തെറ്റാണെങ്കിൽ തെറ്റാണോ? തെറ്റാണ്. ഓക്കെ, എനിവേ ഫോർത്ത് ഓപ്ഷൻ നോക്ക്, ക്വാളിറ്റി കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ ശരിയുള്ളത്? 1 2 3 4 3 നിങ്ങൾ തെറ്റാന്ന് പറഞ്ഞു. ഓക്കെ, 1 ഉം 2 ഉം പിന്നെ 4 ഉം പറഞ്ഞ പോലെ 1 ഉം 2 ഉം 4 ആണല്ലോ ശരിയുള്ളത്. ഓക്കെ, ആ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും 3 എന്തായിരിക്കും? ശരിയായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ ടൈം എന്താണ്? റെഡ്യൂസ് ചെയ്യാൻ നോക്കും കേട്ടോ. പ്രൊഡക്ഷൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ നോക്കും. അതായത് മീൻസ് എന്താ, നമ്മൾ പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം കസ്റ്റമർക്ക് പെട്ടെന്ന് കൊടുക്കണ്ടേ, കസ്റ്റമർക്ക് പെട്ടെന്ന് കൊടുക്കണം. നമ്മൾ കസ്റ്റമർ സ്റ്റോക്ക് ഔട്ട് ഉണ്ടായേക്കാം എന്ന് പറയുന്നത്. ജെഐടിയിൽ നമ്മൾ സാധാരണ പ്രൊഡക്ഷൻ ടൈമിനേക്കാളും പെട്ടെന്ന് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ റോ മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നത്, അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും വേഗത്തിൽ പ്രൊഡ്യൂസ് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കസ്റ്റമറിന് പെട്ടെന്ന് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രൊഡക്ഷൻ ടൈം എന്ത് ചെയ്യാൻ പറ്റും? ജെഐടിയിൽ റെഡ്യൂസ് ആവും. ഏതൊരു കമ്പനി ജെഐടി ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവർ പെട്ടെന്ന് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. കാരണം നമുക്ക് സാധനം കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. കാരണം നമുക്ക് എപ്പോഴാണ് ആവശ്യം അപ്പോൾ മാത്രമാണ് ഇൻവെന്ററി ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പ്രൊഡക്ഷൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അഡ്വാൻറ്റേജ് ജെഐടിയുടെ അഡ്വാൻറ്റേജ് ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി മീൻസ് ഈ 2 ക്വസ്റ്റിനും നമ്മൾ സോൾവ് ചെയ്തതേ, 2 ക്വസ്റ്റിനും നമ്മൾ സോൾവ് ചെയ്തത് പിന്നെ സിനോറിയോ വായിച്ചിട്ടാണോ? സിനോറിയോ വായിച്ചിട്ടാണോ? അല്ലല്ലോ. ഓക്കെ, നമുക്ക് 2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് എന്തല്ല, സിനോറിയോ വായിച്ചിട്ടല്ല. ഇനി ഈ ക്വസ്റ്റിനും സിനോറിയോ വായിക്കാതെ ചെയ്യാൻ പറ്റും. താഴെ പറയുന്നവയിൽ ഏതൊക്കെ അസംഷൻ ആണ് ഇയോക്യൂവിനെ പറ്റിയുള്ള അസംഷനുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്? ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് 2 ഉണ്ട്. എടാ, ഇയോക്യൂല് കോൺസ്റ്റന്റ് ഡിമാൻഡ് ആയിരിക്കും. ഇത് ഇയോക്യൂയുടെ അസംഷൻ ആണോ? ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കും ആണോ? ഡിമാൻഡ് മാറിയാൽ, ഇപ്പൊ ഡിമാൻഡ് നമ്മൾ 6 യൂണിറ്റ്സ് എടുത്തു, അത് ഒരു വർഷം മുഴുവനും ഡിമാൻഡ് 6 യൂണിറ്റ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആനുവൽ ഡിമാൻഡ് ആയിട്ട്
നമ്മൾ എപ്പോഴും ഇപ്പോൾ 1000 യൂണിറ്റ്സ് ആണെങ്കിൽ ഡി എന്ത് ചെയ്യുന്നത് 1000 ആക്കി എടുക്കുന്നത്. അത് മാറിക്കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡി നമുക്ക് 1000 ആക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇഒക്യൂല് ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളത് ഒരു അസംഷൻ ആണ്. ഓക്കെ, ഡി മാറിയ പ്രശ്നമല്ലേ, ഡി എന്ത് ചെയ്യുന്നുണ്ട് ഒരു വർഷം മുഴുവൻ ഇതേ ഡിമാൻഡ് ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതിങ്ങനെ മാറിക്കഴിഞ്ഞാൽ മാസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ മാറിക്കഴിഞ്ഞാൽ എന്താണ് ഇഒക്യു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇഒക്യുടെ അസംഷൻ ആണ്, ഇഒക്യുടെ ലിമിറ്റേഷൻ തന്നെ കേട്ടോ. ഡി കോൺസ്റ്റന്റ് ആവോ ഒരു വർഷം ഫുള്ള്? ഇല്ല, ചേഞ്ച് ചെയ്യാം. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഡി കോൺസ്റ്റന്റ് ആയിരിക്കും ഒരു വർഷം ഫുള്ള്, പിന്നെ ഡി കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ഡി എന്താണ്, ഡിമാൻഡ് ഒരു വർഷത്തെ ഡിമാൻഡ് കോൺസ്റ്റന്റ് ആവണമെന്നില്ല കേട്ടോ, നോട്ട് നെസസറി. അത് ചെയ്യാൻ മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇഒക്യൂല് 0 ലീഡ് ടൈം, അതായത് ലീഡ് ടൈം എന്ന് പറയുന്നത് ഡെലിവറി ഓർഡർ ചെയ്തിട്ട് എടുക്കുന്ന സമയം, ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഡെലിവർ ആവാൻ എടുക്കുന്ന സമയം ആണ് ലീഡ് ടൈം. ഇഒക്യൂല് അസ്യൂം ചെയ്യുന്നത് 0 ലീഡ് ടൈം, അതായത് ഓർഡർ ചെയ്ത് അപ്പം തന്നെ എന്ത് ചെയ്യും, ഡെലിവറി ചെയ്യും എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഓക്കെ, 0 ലീഡ് ടൈം അല്ല, കോൺസ്റ്റന്റ് ലീഡ് ടൈം. അത് എപ്പോഴും എന്ത് ചെയ്യും, ഒരേ സമയം. അതായത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഓർഡർ ചെയ്യുന്നു 7 ദിവസം കൊണ്ടായിരിക്കും അവർ സപ്ലൈ ചെയ്യുക. വീണ്ടും അടുത്ത തവണ ഓർഡർ ചെയ്യുമ്പോൾ 7 ദിവസം കൊണ്ടായിരിക്കും സപ്ലൈ ചെയ്യുക. എപ്പോൾ ഓർഡർ ചെയ്താലും കോൺസ്റ്റന്റ് ആയിട്ട്, അതായത് ലീഡ് ടൈം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, 0 അല്ല കേട്ടോ, കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ഇഒക്യു അസ്യൂം ചെയ്യുന്നത്. സോ ഇഒക്യൂല് 0 ലീഡ് ടൈം ആണെന്നുള്ള അസംഷൻ ശരിയാണോ തെറ്റാണോ? തെറ്റ്. തെറ്റുക. സോ ഈസ് നോട്ട് ആൻ അസംഷൻ. 0 ലീഡ് ടൈം എന്ന് പറയുന്നത് ഒരു അസംഷൻ അല്ല. ഓക്കെ, 0 ലീഡ് ടൈം എന്ന് പറയുന്നത് ഇഒക്യുവിന്റെ അകത്ത് ഒരു അസംഷൻ അല്ല. ഓക്കെ, ഇനി നോക്കടാ, ഇപ്പൊ നമ്മൾ 3 പ്രോബ്ലംസ് സോൾവ് ചെയ്തില്ലേ, നമ്മൾ 3 പ്രോബ്ലംസ് സോൾവ് ചെയ്തു. എങ്ങനെ സോൾവ് ചെയ്തേ? ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ജനറൽ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ആ സിനോറിയായിട്ട് ഒരു ബന്ധമില്ല. ഇനിയുള്ളതും മുകളിലത്തെ സിനോറിയോ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വായിക്കാതെ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? വാട്ട് ഈസ് ദ പറഞ്ഞ ഇഒക്യു ഇഒക്യു ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇഒക്യു കാണുന്നുണ്ടെങ്കിൽ ആർക്ക് ആവശ്യമുണ്ടോ നമുക്ക്? ഡിമാൻഡ്, ഡിമാൻഡ് വേണം, ഓർഡറിംഗ്, ഡിമാൻഡ് വേണം, കോസ്റ്റ് ഓഫ് ഓർഡറിംഗ് കോസ്റ്റ് വേണം, holding പിന്നെ cost. ഹോൾഡിംഗ് കോസ്റ്റ് വേണം. ഇത്രയും പോലെ. Yes. ഓക്കെ, ഡിമാൻഡ് എത്ര ഇവിടെ ഒരു വർഷത്തെ ആനുവൽ ഡിമാൻഡ് ഇവിടെ കൊടുക്കുന്നത്? 4000. 4000 യൂണിറ്റ്സ്, 4000 യൂണിറ്റ്സ് ആണ് ഡിമാൻഡ്. ഞാൻ ഡിമാൻഡ് എഴുതി 4000. ഓക്കെ, ഓർഡറിംഗ് കോസ്റ്റ് എത്രയാ? ഓർഡറിംഗ് കോസ്റ്റ് 10 ആണ്, $10 ആണ് ഓർഡറിംഗ് കോസ്റ്റ്. ഓക്കെ, സിഒ ഓരോ തവണയുള്ള ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ, അതാണ് സിഒ. ഓരോ തവണ ഓർഡർ ചെയ്യുമ്പോൾ കോസ്റ്റ് $10 ആണ്. ഇനി ഹോൾഡിംഗ് കോസ്റ്റ് എത്രയാ? 2 ആണ്. പക്ഷേ നമ്മൾ മീൻസ് ഒരു യൂണിറ്റ് ഒരു വർഷം സ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റ് ആണ് 2. ഓക്കെ, ശരിയാണ്, CH എന്ന് പറഞ്ഞാൽ 2 ആണ് എടുക്കേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോൾഡ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ CH എന്ന് പറഞ്ഞാൽ 2 മാത്രമല്ല, ആണോ? എടാ, ഞാൻ $2 മീൻസ് $2 മാത്രമല്ല, ഇത് വാങ്ങാൻ എനിക്ക് $480 കോസ്റ്റ് വരും. ഓരോ യൂണിറ്റ് വാങ്ങാനും എനിക്ക് $480 കോസ്റ്റ് വരും. അങ്ങനെയെങ്കിൽ ആ യൂണിറ്റ് ഞാൻ ഒരു വർഷം ഫുള്ള് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് ഈ 480ന്റെ 10% ഇവിടെ പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്. 10% ഞാൻ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ആയിട്ട് അടക്കണം അല്ലേ? ഇൻട്രസ്റ്റ് ആയിട്ട് അടക്കണ്ടടാ. മീൻസ് ഞാൻ ആ പൈസ ലോൺ എടുത്തിട്ടാണ് മേടിച്ചതെന്ന് വിചാരിച്ചോ, ഇൻവെന്ററി ലോൺ എടുത്തിട്ടാണ് മേടിച്ചത്. $480 എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ $480 ഇൻവെന്ററി ഞാൻ എന്ത് ചെയ്തു, ഒരു വർഷം ഫുൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന്റെ 10% എന്ത് ചെയ്യണം, ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. ആ ഇൻട്രസ്റ്റ് കോസ്റ്റും എന്നെ സംബന്ധിച്ച് ഹോൾഡിംഗ് കോസ്റ്റ് ആണ്, CH ആണ്. അപ്പോൾ CH എഴുതുമ്പോൾ 2 പ്ലസ് എന്ത് ചെയ്യണം, 480, 480ന്റെ 10% കൂടി ആഡ് ചെയ്യണം. അതും എന്താണ്, സ്റ്റോറേജ് കോസ്റ്റ് ആണ്. ഞാൻ സ്റ്റോർ ചെയ്യുമ്പോൾ വന്ന കോസ്റ്റ് ആണ് 480ന്റെ 10% എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോർ ചെയ്യുമ്പോൾ വന്ന കോസ്റ്റ് ആണ് 480ന്റെ 10%. സോ $2 മാത്രമല്ല, 480ന്റെ 10% കൂടി എന്തായിട്ട് കാണിക്കണം, CH ആയിട്ട് കാണിക്കണം. ഇനി നിങ്ങളൊന്ന് ഇഒക്യു വേണ്ടേ? സർ ഇത് എല്ലാ കേസിലും തന്നെ ആവുമോ? നിങ്ങൾ എല്ലാ കേസിലും അങ്ങനെ എടുത്തോ. അത് ചില കേസിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ രീതിയിൽ ചെയ്താലും മാർക്ക് തരുന്നുണ്ട്. പക്ഷേ ഇതാണ് കുറച്ചും കൂടി ശരി. ഓക്കെ, ഇനി അല്ലാതെ ചെയ്താലും ചില ക്വസ്റ്റിൽ അവർ മാർക്ക് തരും. ഇതിലൊന്നും തരുന്നില്ല. നിങ്ങൾ നമ്മൾ ചെയ്തതോ കമ്പനി ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ ചെയ്ത ഡസ്റ്റി കമ്പനിയിലാണ് തോന്നുന്നു എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ CH എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കോസ്റ്റ് മാത്രമല്ല, അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അത് സ്റ്റോറേജ് കോസ്റ്റ് മാത്രമല്ല, അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് വരുന്നുണ്ട്, $480ന്റെ 10% ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പർച്ചേസ് കോസ്റ്റിന്റെ 10% ഇൻട്രസ്റ്റ് ആയിട്ടും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ സ്റ്റോറേജ് കോസ്റ്റ്, അതായത് CH ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ $2 പ്ലസ് 480, 480ന്റെ 10% കൂടി കൂട്ടിയതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സോൾവ് ചെയ്തേ. ഇഒക്യു ഉണ്ടേ? അത്രയല്ല, നമ്മൾ പർച്ചേസ് ചെയ്യാൻ $480 ചിലവായി. ആ ചിലവായ പൈസന്റെ മുകളിൽ എന്ത് ചെയ്യണം, 10% നമുക്ക് എന്തും കൂടി ഉണ്ട്, ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. സോ അവിടെ $480 ഇൻവെന്ററി അവിടെ എടുക്കല്ലേ, അത് എടുക്കണം. അവിടെ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്കുള്ള കോസ്റ്റ് ആണ് 480ന്റെ 10% എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് CH കാണാൻ പറഞ്ഞാൽ സ്റ്റോറേജ് കോസ്റ്റ് ആണ് തരുന്നെങ്കിൽ ഓക്കെ, അത് എടുക്കുക. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യുക, പർച്ചേസ് പ്രൈസിന്റെ ഇൻറ്റു ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ പർച്ചേസ് പ്രൈസ് ഇൻറ്റു ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പ്രൈസ് ആഡ് ചെയ്യുക. അപ്പോഴാണ് CH കിട്ടുക. സ്റ്റോറേജ് കോസ്റ്റ് ആയ എമൗണ്ടിന്റെ മുകളിൽ പ്ലസ് പർച്ചേസ് പ്രൈസിന്റെ എത്ര ശതമാനം ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു എമൗണ്ടും കൂടി ആഡ് ചെയ്യുക. അതാണ് CH എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇഒക്യു ഉണ്ടേ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നുകൊണ്ടാണ് ചെയ്തത്. 180 ആണോ? 180 ആണോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 40 അല്ലേ? 40 നമുക്ക് നോക്കാം. 180 ആണോ 40 ആണോ നോക്കാം. ഡിമാൻഡ് എത്രയാടാ? ഡിമാൻഡ് ഡി 4000.
4,000. 4,000 ആണ് ഡിമാൻഡ്. ഓക്കെ, സിഒ എത്ര കോസ്റ്റ് ഓഫ് ഓർഡറിങ്? $10 ആണ്. അതിൽ പ്രശ്നമില്ല. CH എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും സമ്മാണ്. ആരുടെയൊക്കെ സമ്മ? ഒന്ന് സ്റ്റോറേജ് കോസ്റ്റ് ആയ $2 പ്ലസ് നമ്മൾ $2 മീൻസ് $2 സ്റ്റോറേജ് കോസ്റ്റ് ഉണ്ട്. $450 ഇൻവെന്ററി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിന്റെ 10% എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് കോസ്റ്റ് പ്ലസ് എന്തും കൂടി ഉണ്ട്, പർച്ചേസ് പ്രൈസിന്റെ 10% ഇൻട്രസ്റ്റ് കോസ്റ്റും കൂടി ഉണ്ട്. ഓക്കെ, എന്ത് വരും? 50 വരും. ഇനി എന്ത് ചെയ്യുക? നമ്മൾ EOQ കാണാം. EOQയുടെ ഇക്വേഷൻ എന്താ? എക്സൽ ചെയ്യുമ്പോൾ Square root. ഈക്വൽ ടു SQRT ബ്രാക്കറ്റ് ഓപ്പൺ, പിന്നെ എന്ത് ചെയ്യും? COD. ഓക്കെ, CO ഇൻറ്റു D ഡിമാൻഡ് ഡിവൈഡഡ് ബൈ CH. ഏതാ? ഓക്കെ, 2 COD ബൈ CH അല്ലേ? സോറി, മൈ മിസ്റ്റേക്ക്. 2 COD ബൈ CH. സോറി, CH എനിക്ക് ഇവിടെ സെല്ല് കിട്ടുന്നില്ല, ഞാൻ 15 ടൈപ്പ് ചെയ്യുന്നു കേട്ടോ. 2 COD ബൈ CH. ഓക്കെ, എത്ര വരിക? 40 യൂണിറ്റ്സ് ആണ്. അതായത് 40 യൂണിറ്റ്സ് ഓർഡർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് 40 യൂണിറ്റ്സ് ഓർഡർ ചെയ്യുമ്പോഴാണ് എന്ത് ഇവിടെ സംഭവിക്കുന്നത്? എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? Ordering cost holding cost equal ആയിരിക്കും. ഓർഡറിംഗ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റും ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നതോടൊപ്പം തന്നെ രണ്ടും എന്തായിരിക്കും? രണ്ടും കൂടി എന്തായിരിക്കും? മിനിമൈസ് ആയി. മിനിമൈസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി സി നോക്കടാ. സി അസ്യൂം ഹൗ മച്ച് ഇൻവെന്ററി വിൽ ഗ്രീൻ കമ്പനി ഹാവ് ഓൺ ആൻഡ് വെൻ ദ ഓർഡർ ഈസ് പ്ലേസ്ഡ്. അവർ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ എത്ര ഇൻവെന്ററി ആണ് ഉണ്ടാവുക? ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എത്ര ഇൻവെന്ററി ആണ് അവരുടെ കയ്യിൽ ഉണ്ടാവുക? അസ്യൂം ദാറ്റ് 52 വീക്സ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ 52 വീക്ക് ആണെന്ന് അസ്യൂം ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഒരു വർഷത്തിൽ 52 വീക്ക് ആണെന്ന് അസ്യൂം ചെയ്യാൻ പറഞ്ഞു. എടാ ഇവര് നോക്ക്, അതിന് മുമ്പ് മുകളിൽ കാര്യം പറയുന്നുണ്ട്. അസ്യൂം ദാറ്റ് ഗ്രീൻ കമ്പനി അഡോപ്റ്റ്സ് EOQ ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓർഡർ ക്വാണ്ടിറ്റി ഫോർ ദ ഐറ്റം ഓഫ് ഇൻവെന്ററി ആൻഡ് ദാറ്റ് ഇറ്റ് ടേക്സ് 1 വീക്ക് ഫോർ ആൻ ഓർഡർ ടു ബി ഡെലിവർഡ്. അതൊരു ഓർഡർ ഡെലിവർ ചെയ്യണമെങ്കിൽ ഒരാഴ്ച സമയം പിടിക്കും. അതിനെന്താ പറയാ? Lead time. ലീഡ് ടൈം 1 വീക്ക് ആണ്. ഒരാഴ്ച സമയം പിടിക്കും ലീഡ് ടൈം, അത് 1 വീക്ക് ആണ്. ലീഡ് ടൈം 1 വീക്ക് ആണ്. ഇവരിവിടെ ചോദ്യം, ഇവർ ഓർഡർ ചെയ്യുന്ന സമയത്ത് എത്ര യൂണിറ്റ്സ് ആയിരിക്കും വരിക എന്നുള്ളത്. സോറി, എത്ര യൂണിറ്റ്സ് ആവുമ്പോഴാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നല്ലേ? എത്ര യൂണിറ്റ്സ് ആവുമ്പോൾ, അതായത് നമ്മുടെ കയ്യിൽ അവരുടെ കയ്യിൽ എത്ര യൂണിറ്റ്സ് ആവുമ്പോഴാണ് ഓർഡർ ചെയ്യേണ്ടത്? ചോദ്യം നോക്കടാ. ചോദ്യം, ഇവരുടെ കയ്യിൽ ഇൻവെന്ററി റിയോർഡർ ലെവലാണ് ചോദിച്ചോ. റിയോർഡർ ലെവൽ ഇവരുടെ കയ്യിൽ ഇൻവെന്ററി 0 ആവുമ്പോഴാണ് ഇവർ ഓർഡർ ചെയ്യുക. ശരിയാണോ തെറ്റാണോ? അല്ലല്ലോ. ഇൻവെന്ററി 0 ആവുമ്പോൾ ഓർഡർ ചെയ്താൽ എന്താ പ്രശ്നം? സ്റ്റോക്ക് ഔട്ട് ആയി പോകും. എത്ര ദിവസം സ്റ്റോക്ക് ഔട്ട് ആയി പോകും? ഒരാഴ്ച സ്റ്റോക്ക് ഔട്ട് ആയിരിക്കേണ്ടി വരും. പറ്റുമോ? ഇല്ല. അപ്പൊ അവര് എത്ര ആവുമ്പോഴാണ് ഓർഡർ ചെയ്യേണ്ടത്? Minimum level. മീൻസ് അവർ ഓർഡർ ചെയ്യേണ്ടത് ഏത് പോയിന്റിൽ അറിയോ? ഇവരിങ്ങനെ യൂസ് ചെയ്തു 1 വീക്കിന് ഉപയോഗിക്കാനുള്ള ഇൻവെന്ററിയും കൂടി ഉണ്ട്. 1 വീക്കിന് ഉപയോഗിക്കാനുള്ള ഇൻവെന്ററിയും കൂടി ബാലൻസ് ഉണ്ട്. ഈ ഒരു പൊസിഷനിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരാഴ്ച ഇൻവെന്ററി ഇങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് വരും? പുതിയ ഇൻവെന്ററി വരും. ഇല്ലേ? വരൂലടാ. സോ ഈ ലെവലാ ചോദിച്ചത്. ഈ ലെവൽ അത് കാണാൻ എന്ത് ചെയ്താൽ മതി? മിനിമം ലെവൽ അല്ലേ? എത്രയാണ് വേണ്ടതെന്ന് നോക്കിയാൽ പോരെ. മിനിമം ലെവൽ, അതായത് ഒരാഴ്ചക്ക് എത്രയാണ് വേണ്ടത് നോക്കിയാൽ പോരെ? ഒരാഴ്ചക്ക് എത്രയാണ് വേണ്ടത് നോക്കിയാൽ മതി. സോ അവിടെ എത്തുമ്പോൾ, അതായത് ഇൻവെന്ററി ഇങ്ങനെ യൂസ് ചെയ്ത് ഒരാഴ്ചക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ള പൊസിഷൻ. സോ ഇത്രയും ഈ ഒരു എമൗണ്ട് ഒരാഴ്ചക്ക് എത്ര വേണം? ഒരു വർഷത്തേക്ക് എത്ര വേണടാ? ഒരു വർഷത്തേക്ക് എത്ര വേണം? ഡിമാൻഡ് 4000. ഡിമാൻഡ് നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞു 4000. 4000 യൂണിറ്റ്സ് ആണ് ഡിമാൻഡ്. അത് ഒരു വർഷത്തേക്ക് 4000 യൂണിറ്റ്സ് വേണം. ഇവിടെ ഒരാഴ്ചത്തേക്ക് എത്ര വേണമെന്ന ചോദ്യം. ഓക്കെ, 4000 യൂണിറ്റ്സ് ആണ് ഒരു വർഷത്തേക്ക് വേണ്ടത്. ഒരാഴ്ചത്തേക്ക് എത്ര മതി? ഡിവൈഡഡ് ബൈ 52. ഒരു വർഷത്തിൽ 52 ആഴ്ച ഉണ്ട്. 52 എത്ര കിട്ടും ആൻസർ? 77 യൂണിറ്റ്. അതിന്റെ അർത്ഥം എന്താ? 77 ആണ് ഒരു വീക്കില് യൂസ് ചെയ്യുന്നത്. അതായത് ഇനി 77 യൂണിറ്റ്സ് ബാലൻസ് ആകുമ്പോൾ അടുത്ത ഓർഡർ കൊടുക്കണം. അപ്പോഴാണ് എന്ത് ചെയ്യുക? 0 ആകുമ്പോഴേക്കും എന്ത് വരിക? 77 യൂണിറ്റ്സ് മീൻസ് അടുത്ത 77 യൂണിറ്റ്സ് അല്ല, അടുത്ത ഓർഡർ എത്ര? EOQ-ലാണ് ഓർഡർ ചെയ്യുന്നത്. എത്ര വരും? എത്ര യൂണിറ്റ്സ് വരും? EOQ-ലാണ് 40 അല്ല EOQ കിട്ടിയേ? 40 യൂണിറ്റ്സ് വരും. എടാ ഇവിടെ സംഭവിക്കുന്നത് എന്താ? 40 യൂണിറ്റ്സ് വരും. ഓക്കെ, ഉള്ളൂ. ഓക്കെ, 77 യൂണിറ്റ്സ് ആകുമ്പോൾ ഇനി 77 യൂണിറ്റ്സേ ബാലൻസ് ഉള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഓർഡർ ചെയ്തു. ഇങ്ങനെ കുറഞ്ഞ് 77 യൂണിറ്റ്സ് ബാലൻസ് ഉള്ളൂ. ഇവിടെ ഓർഡർ ചെയ്തു. ഓക്കെ, ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവരെന്ത് ചെയ്തു? 77 യൂണിറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് എത്ര വരും? 40 യൂണിറ്റ്സ് വീണ്ടും വരും. അത് കുറഞ്ഞ് ഇനി 77 ആകുമ്പോൾ വീണ്ടും ഓർഡർ ചെയ്യും. 77 യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും? വീണ്ടും വരും. ഓക്കെ, അങ്ങനെ ഉണ്ടാവുക. സോ ഇതിന് ആൻസർ 77 ആണ്. 77 യൂണിറ്റ്സ് അവർ വീണ്ടും ഓർഡർ ചെയ്യുക 77 യൂണിറ്റ്സ് എത്തുമ്പോഴാണ്. ഓക്കെ, സെറ്റ് അല്ലേ? മിനിമം ലെവൽ അല്ല. ഏതാ മിനിമം ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? ബഫർ ഇൻവെന്ററി അല്ലേ? ബഫർ ഇൻവെന്ററിയാ. ഓക്കെ, ബഫർ ഇൻവെന്ററി. അപ്പൊ ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മീൻസ് 77 യൂണിറ്റ്സ് ബഫർ ഇൻവെന്ററി ആയിട്ട് അസ്യൂം ചെയ്യാം. അവരെന്ത് ചെയ്യുന്നുണ്ട്? 77 യൂണിറ്റ്സിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? റീഓർഡർ വീണ്ടും ചെയ്യുന്നുണ്ട്. ഇത് റീഓർഡർ ലെവലായിട്ട് ചോദിച്ചത്. റീഓർഡർ ലെവൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ഓർഡർ ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി റീഓർഡർ ലെവലാണ്. ബഫർ ഇൻവെന്ററി എന്ന് പറയാൻ പറ്റില്ല. ബഫർ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ അവർ സ്റ്റോക്ക് മീൻസ് ഈ 77 യൂണിറ്റ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ.
77 യൂണിറ്റ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ബഫർ ഇൻവെന്ററിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ബഫർ ഇൻവെന്ററി എന്തായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. ബഫർ ഇൻവെന്ററി 0 ആയിരിക്കും. ഓക്കെ, 77 യൂണിറ്റ്സ് അല്ല, 77 യൂണിറ്റ്സ് എത്തുമ്പോഴാണ് വീണ്ടും ഓർഡർ ചെയ്യുക. അത് വീണ്ടും ഉപയോഗിക്കുന്നു, എന്താവുന്നു 0 ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും EOQ-ലേക്ക് ഓർഡർ ചെയ്യുന്നു. അത്രയാണ്. എനിവേ നമ്മൾ എന്ത് ചെയ്തു, ഈ ക്വസ്റ്റ്യൻ ഫുള്ളി സോൾവ് ചെയ്തു. കമ്പനിയുടെ പേര് എന്തായിരുന്നടാ? ഗ്രീൻകോ. ഗ്രീൻ കമ്പനി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യന്റെ പേര് എന്താ? ഹാൾ കമ്പനി. നമ്മൾ ചെയ്യുന്നത് ഹാൾ കമ്പനിയാണ്. ഓക്കെ, ഹാൾ കമ്പനി. ഇനി ഏത് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ സിനോറിയോ വായിക്കാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ABC D സിനോറിയോ വായിക്കാതെ കാണാൻ പറ്റും. ഓക്കെ, ഹാൾ എന്ന് പറയുന്ന കമ്പനി ഡെപ്റ്റ് ഫാക്ടറിങ്ങും ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫാക്ടറിങ്ങും ഡിസ്കൗണ്ടിങ്ങും താഴെ 2 സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ഫാക്ടറിങ്, റിസീവബിൾ മാനേജ്മെന്റ് മെത്തേഡായ ഫാക്ടറിങ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ്. ഓക്കെ, ഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തേർഡ് പാർട്ടിക്ക് റിസീവബിൾ മാനേജ്മെന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. റിസീവബിൾസ് മാനേജ് ചെയ്യാൻ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നതിനാണ് എന്ത് പറയാം? പിന്നെ എന്ത് പറയാറ്? ഫാക്ടറിംഗ് പറയാം. ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ബില്ല് ബാങ്കിൽ ഓവർ എമൗണ്ടിന് പൈസ എടുക്കണം. ബില്ല് ബാങ്കിൽ കൊടുത്തിട്ട് ആ എമൗണ്ടിന്റെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ലോൺ എടുക്കുന്ന പോലെ ബില്ല് പണയം വെക്കുന്നതാണ് എന്ത്, ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്. അത് ബാങ്കിൽ നിന്നുണ്ടോ? ആർക്ക് വേണമെങ്കിലും കൊടുത്താലും ചെയ്യാലോ. ബാങ്കിൽ നിന്നാണ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കിൽ നിന്ന് വെക്കണമെന്നില്ല. ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുക, കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് പൈസ ആക്കി മാറ്റുകയാണ്. ഓക്കെ, ഫുൾ എമൗണ്ട് കിട്ടുമോ ബില്ലിന്റെ? ഇല്ല, ഒരു 80% 90% ആയിരിക്കും കിട്ടുക. ഓക്കെ, എനിവേ സർ, ഈ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്ങും സപ്ലൈ ചെയിൻ അതും സിമിലർ ആണോ? ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്ങും അല്ല, അത് രണ്ടും സിമിലർ അല്ല. ഫാക്ടറിംഗിന്റെ റിവേഴ്സ് ഫാക്ടറിംഗ് ആണ്. ഈ രണ്ട് കേസിലും നമുക്ക് പൈസ കിട്ടാതെ നമ്മളാണ് സപ്ലയർ. നമ്മൾ ഫാക്ടറിംഗിന്റെ കേസിലും ഇൻവോയ്സ് ഡിസ്കൗണ്ടിന്റെ കേസിലും സപ്ലയർ ആരാ? നമ്മളാണ്, അല്ലെ? നമ്മളാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ ഡെപ്റ്റ് ഫാക്ടറിംഗിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സപ്ലൈ ചെയിൻ ഫൈനാൻസ്, അതായത് റിവേഴ്സ് ഫാക്ടറിംഗ് എന്ന് പറയും. അത് നമ്മൾ സപ്ലയർ, ബയർ ഇല്ലേ, മീൻസ് നമ്മൾ സപ്ലയർ ആണ്, ബയർ നമുക്ക് പൈസ തരാണ്ട്, അല്ലെ? അപ്പൊ ആ പൈസ തരാനുള്ളത് അയാൾ വേറെ ആളെ ഏൽപ്പിക്കുകയാണ്, ഒരു ഫാക്ടറിനെ ഏൽപ്പിക്കുകയാണ്. അതിനാണ് റിവേഴ്സ് ഫാക്ടറിംഗ് എന്ന് പറയാം. നമുക്ക് പൈസ തരാനുണ്ട്, ബയർ, അല്ലെങ്കിൽ ഈ കേസിൽ നമ്മളാണ് ബയർ എന്ന് വിചാരിച്ചോ, നമ്മൾ എന്ത് ചെയ്യാണ്ട് പൈസ കൊടുക്കാനുണ്ട്. ഓക്കെ, കൊടുക്കാനുള്ള സമയത്ത് അത് ഫാക്ടറിനെ ഏൽപ്പിക്കും. ഫാക്ടറിനോട് പറയണം, നീ എന്ത് ചെയ്യണം, അത് കൊടുക്കണം, ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് വീട്ടാന്ന് പറയാം. അതിനാണ് റിവേഴ്സ് ഫാക്ടറിംഗ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ഫൈനാൻസ് എന്ന് പറയാം. ഡിസ്കൗണ്ടിംഗ് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടാനുണ്ട്, ആ കിട്ടാനുള്ള പൈസ എന്ത് ചെയ്യാണ്, പിന്നെ ആ ബില്ല് പണയം വെക്കുന്നതിനാണ് ഡിസ്കൗണ്ടിംഗ് എന്ന് പറയാം. കിട്ടാനുള്ള പൈസനെ മേടിച്ചെടുക്കാൻ ഒരാളെ ഏൽപ്പിക്കുന്നതിനാണ് ഫാക്ടറിംഗ് എന്ന് പറയാം. ഓക്കെ, കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ ഒരാളെ ഏൽപ്പിക്കുന്നതിനാണ് എന്ത് പറയാം, റിവേഴ്സ് ഫാക്ടറിംഗ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ഫൈനാൻസ് എന്ന് പറയാം. കേട്ടോ, ഇവിടെ എന്താ, റിസീവബിൾസാ. ഇത് രണ്ടും എന്താണ്, റിസീവബിൾസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചുള്ളത് റിസീവബിൾസിന്റെ മീൻസ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് അപ്പാരന്റ് ഇൻ ബോത്ത് ഇൻസ്റ്റൻസസ്, രണ്ട് ഇൻസ്റ്റൻസിലും ദാറ്റ് someone else is collecting your debt. ഓക്കെ, രണ്ട് പിന്നെ കേസിലും വേറെ ആൾ നിങ്ങളെ ഡെപ്റ്റ് കളക്ട് ചെയ്യും. ശരിയാണോ തെറ്റാണോ? പിന്നെ ഓക്കെയാണ്. ഏതാ ഫാക്ടറിംഗിൽ എന്ത് ചെയ്യാം, അയാൾ നമ്മളെ ഡെപ്റ്റ് കളക്ട് ചെയ്യും, അല്ലെ? നമ്മൾ ഒരാളെ ഡെപ്റ്റ് കളക്ട് ഏൽപ്പിക്കുന്നതാണ് ഫാക്ടറിംഗ്. ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്ങിലോ അയാൾ നമ്മൾ ഇൻവോയ്സ് പണയം വെച്ചിട്ട് അയാൾ ചിലപ്പോൾ എന്ത് ചെയ്യൂല, അറിയത്ത് പോലും ഇല്ല. കാരണം നമ്മളാണ് ചെയ്യുന്നത്, നമുക്ക് പൈസ കിട്ടാണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻവോയ്സ് എന്ത് ചെയ്യണം, പണയം വെക്കുന്നതിനാണ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിംഗ് എന്ന് പറയാം. ഓക്കെ, സോ അത് ചിലപ്പോൾ എന്താവില്ല, കസ്റ്റമർ അറിയത്ത് പോലും ഇല്ല. ഒരാൾ നമുക്ക് വേണ്ടി കളക്ട് ചെയ്യുന്നില്ല. ഫാക്ടറിംഗിൽ ഓക്കെ, ഒരാൾ നമുക്ക് വേണ്ടി പൈസ കളക്ട് ചെയ്യാം. ഇവിടെ ഇൻവോയ്സ് ഡിസ്കൗണ്ടിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, പൈസ കളക്ട് ചെയ്യുക. ഓക്കെ, ആ പൈസ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഡിസ്കൗണ്ടർക്ക് നമുക്ക് ആരുടെയാണ് പണയം വെച്ചത് അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും, ആ ബില്ല് സെറ്റ് ആക്കും. അതിനാണ് പറയാം ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്. അപ്പോൾ ഈ രണ്ട് കേസിലും വേറെ ആൾ നമുക്ക് വേണ്ടി ഡെപ്റ്റ് കളക്ട് ചെയ്യും. തെറ്റാടോ? ഒരു കേസിൽ മാത്രം, അതേത് കേസ്? ഫാക്ടറിംഗിനാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കടാ, ദ ഡെപ്റ്റ് റിമെയിൻ ആൻ അസറ്റ് ഫോർ ഹാൾ കമ്പനി. ഹാൾ കമ്പനിക്ക് ഡെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അസറ്റ് ആയിട്ട് ഓക്കെ മാറുന്നുണ്ട്. ഫാക്ടറിംഗിൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഫാക്ടറിംഗിൽ ഡെപ്റ്റ് ഒരു അസറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ? ട്രൂ അല്ലേ? ട്രേഡ് റിസീവബിൾസ് എന്താ തെറ്റ്, എന്താ ശരി? ഒരു അസറ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ മേടിക്കാൻ ഒരു ഫാക്ടറിനെ ഏൽപ്പിക്കുകയാണ്, അല്ലെ? അവിടെ എന്താ സംഭവിക്കുന്നത് ആക്ച്വലി? ഫാക്ടറി മാനേജ് ചെയ്യും റിസീവബിൾസ്. ഫാക്ടറി റിസീവബിൾസ് മാനേജ് ചെയ്യും. ഓക്കെ, ഈ ഫാക്ടറിക്ക് കൊടുക്കുന്ന സമയത്തേ ചിലപ്പോൾ ഫാക്ടറി എന്ത് ചെയ്യും, ഫീസ് വാങ്ങും. ഓക്കെ, എടാ നോക്ക്, ഫാക്ടറിങ് കൊടുക്കുന്ന സമയത്ത് ഈ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിസീവബിൾസ്. മീൻസ് റിസീവബിൾസ് ഇൻ എ സെൻസ്. എടാ ഡെപ്റ്റ് എന്ന് പറഞ്ഞാല് കടം. ഡെപ്റ്റ് മീൻസ് നമ്മൾ ഫാക്ടറി കൊടുത്തു എഴുതിയിട്ടേ, ഇവിടെ ഡെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റിസീവബിൾസ് അല്ല. റിസീവബിൾസ് ഡെപ്റ്റ് ആണോ? അല്ല. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ലോണ്, അതായത് പിന്നെ ആർക്കുള്ള ലോണ്, ഈ ഹാൾ കമ്പനി എന്ന് പറയുന്ന അവർക്കുള്ള ലോണാണ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഡെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ട്. അവരുടെ ഡെപ്റ്റുകൾ അവർക്ക് അസറ്റ് ആയിട്ട് മാറും ഫാക്ടറിക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ. ചിലപ്പോൾ ഡെപ്റ്റ് അടയ്ക്കുമല്ലോ.
ഏതാ കേട്ടില്ല. ചില കേസിൽ വിത്തൗട്ട് റീകോഴ്സ് ആണെങ്കിൽ ഡെപ്റ്റ് അസെറ്റ് ആവില്ല. ഓക്കെ, അസെറ്റ് ആവില്ല. എന്ത് ചെയ്യാവില്ല, അസെറ്റ് ആയിട്ട് മാറൂല കേട്ടോ. സോ ഈ ഓപ്ഷൻ ഏതാ, നെയ്തർ 1 nor 2. ഓപ്ഷൻ 1 അല്ല 2 അല്ല. ഫാക്ടറിക്ക് കൊടുത്തു എഴുതിയിട്ട് എന്താവില്ല, ഡെപ്റ്റ് അസെറ്റ് ആയിട്ട് മാറൂല കേട്ടോ. സാർ അത് ബാഡ് ഡെപ്റ്റ് ആവാത്തല്ല, അപ്പൊ 30 അസറ്റ് ഒന്നല്ലേ? ഏതാ അത് ഇവിടെ ഏത് ഫാക്ടറിംഗ് ആണെന്ന് പറയുന്നുണ്ടോ? ഇവിടെ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ഇവിടെ ഏത് ഫാക്ടറിംഗ് ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, എനിവേ നമുക്ക് സിനോറിയോ ഒന്ന് വായിച്ചോക്കാം. സിനോറിയോ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടും നോക്കാം. ഇൻ ഫസ്റ്റ് ഇയർ ദ സെയിൽസ് മെയ്ഡ് ഓൺ പ്യൂർലി ക്യാഷ് ബേസിസ്. ഒന്നാമത്തെ വർഷം എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് ബേസിസിലാണ് സെയിൽസും ഫുൾ ഉണ്ടായത്. ക്രെഡിറ്റ് സെയിൽസ് മീൻസ് ഇവിടെ ഫാക്ടറിങ്ങിനെ പറ്റി ഒന്നും പറയുന്നില്ല ഫസ്റ്റത്തെ സെന്റൻസിൽ. പിന്നെ ഒന്നുമില്ല, ഫാക്ടറിങ്ങിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്കുള്ള ഡെപ്റ്റ് ഫുൾ മീൻസ് ഡെപ്റ്റ് എന്തായി മാറില്ല, അസെറ്റ് ആയിട്ട് മാറത്തില്ല കേട്ടോ. ഓപ്ഷൻ 2 ദ ഡെപ്റ്റ് റിമെയിൻ ആൻ അസെറ്റ് ഫോർ ആൾ കമ്പനി അണ്ടർ ഫാക്ടറിംഗ്, അതെന്തല്ല ശരിയല്ല, നെയ്തർ 1 nor 2 തന്നെ. ഓക്കെ, എനിവേ ഈ നോക്കടാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. ഒരു കമ്പനിയിലുള്ള ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്ന് പറയുന്നത്. ക്രെഡിറ്റ് കൺട്രോളേഴ്സ് ഒക്കെ ഉണ്ടാവും ഒരു കമ്പനിക്കകത്ത്, അവരുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്ന് പറയുന്നത് കേട്ടോ, അല്ലാത്തത്. ഓക്കെ, ഡി നോക്ക്, ഡി ഓപ്ഷൻ ഡി, ഇൻവെസ്റ്റിഗേറ്റിംഗ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് വർത്തിനെസ്. ഓരോ കസ്റ്റമേഴ്സിന്റെയും ക്രെഡിറ്റ് വർത്തിനെസ്, അതായത് എത്ര ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റും എന്ന് നോക്കുന്നത് ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആണോ? ക്രെഡിറ്റ് കൺട്രോളേഴ്സ് ആണ് എന്ത് ചെയ്യുക, ഓരോരുത്തർക്കും എത്ര പിന്നെ ക്രെഡിറ്റ് കടം കൊടുക്കാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഡി കറക്റ്റ് ആണ്, നമുക്കിവിടെ അല്ലാത്തതാ ചോദിച്ചത്. ഡി എന്താണ്, ശരിയാണ്. ഓക്കെ, ഇനി നിലവിലുള്ള അഡ്വൈസിങ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഓൺ പേയ്മെന്റ് ടേംസ്, അതായത് എങ്ങനെയാണ് പേയ്മെന്റ് ടേംസ് എന്ന് നിലവിലുള്ള കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുക. അതും എന്താണ്, ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലുള്ളതാണ്. മീൻസ് അവർക്ക് നിലവിലുള്ള കസ്റ്റമേഴ്സിനോട് നമുക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ പേയ്മെന്റ് ടേംസ്, നിങ്ങൾക്ക് എങ്ങനെ ക്രെഡിറ്റ് തരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അഡ്വൈസ് ചെയ്യുക എന്ന് പറയുന്നതും ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഇനി ഗീവിംഗ് ക്രെഡിറ്റ് റെഫറൻസ് ടു തേർഡ് പാർട്ടി. എന്താ ക്രെഡിറ്റ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ? അതായത് കസ്റ്റമറിന്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി മൂന്നാമത്തെ പാർട്ടീസിന് കൊടുക്കുന്നത്, അങ്ങനെ. ക്രെഡിറ്റ് ഹിസ്റ്ററി മൂന്നാമത്തെ പാർട്ടിസിപ്പന്റ്, ഒരു മൂന്നാമത്തെ ആൾക്ക് കൊടുക്കുന്നത് ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണെന്ന് ചോദിച്ചത്. ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, എന്റെ കമ്പനിയിൽ ഒരു പിന്നെ എന്താ കസ്റ്റമർ ഉണ്ട്. ഓക്കെ, ഒരു കസ്റ്റമർ ഉണ്ട്. ഈ കസ്റ്റമർക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് എന്ത് വേണം, ക്രെഡിറ്റ് വേണം. ഞാൻ ഇയാൾക്ക് ക്രെഡിറ്റിനാണ് എന്ത് ചെയ്യുന്നത്, സാധനം സപ്ലൈ ചെയ്യുന്നത്. വേറെ കമ്പനി വേണമെങ്കിൽ ഒരു എക്സ് കമ്പനി എടുത്തോ, ഈ കമ്പനിയിൽ നിന്നും ക്രെഡിറ്റ് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ ആ കമ്പനിയോട് പറയും, ഞാൻ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ക്രെഡിറ്റ് ടേംസ് ഒക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആരോട് ചോദിക്കാം, ഞാൻ ഇപ്പോൾ ഇവരുടെ കസ്റ്റമർ ആണ്, ഞാൻ അവർക്ക് എങ്ങനെയാണ് പൈസ കൊടുക്കുന്നത്, ഇവരുടെ ഈ കമ്പനി എന്റെ സപ്ലയർ ആണ്, ഞാൻ അവർക്ക് എങ്ങനെയാണ് പൈസ കൊടുക്കുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്തോ, വേണമെങ്കിൽ ഇവരോട് ചോദിച്ചോ എന്ന് പറയും. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ എക്സ് കമ്പനി വന്നിട്ട് നമ്മളോട് ചോദിക്കും, എങ്ങനെയുണ്ട് ഈ കസ്റ്റമർ, എങ്ങനെയുണ്ട് പൈസ സെറ്റിൽ ചെയ്യുന്നതിൽ സെറ്റാണോ, ആൾ അടിപൊളിയാണോ എന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് കൊടുക്കണം, ഇവർക്ക് പറഞ്ഞു കൊടുക്കണം ക്രെഡിറ്റ് റെഫറൻസ്. ഓക്കെ, ഇവരെ പറ്റിയുള്ള ക്രെഡിറ്റ് റെഫറൻസ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം വരിക, കൊടുത്തിട്ടില്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ പറ്റി അറിയാം, ഈ കസ്റ്റമർ നമുക്ക് പോകൂലേ, നമ്മളെ കസ്റ്റമറാ, അയാൾ വേറെ ആളോട് പോയിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ എന്റെ ക്രെഡിറ്റ് ടേംസ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി ഈ കമ്പനിയോട് ചോദിച്ചാൽ മതി എന്ന് പറയാണ്. ഓക്കെ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തില്ല, പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ആ കസ്റ്റമർ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം, ഇല്ലേ? ഐഡിയ മനസ്സിലായില്ല, ഒന്നും കൂടി പറയാം. നിങ്ങൾ പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്താന്ന് വിചാരിച്ചോ. ഒരു സൂപ്പർ മാർക്കറ്റ്, നിങ്ങൾക്ക് പാല് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. സൂപ്പർ മാർക്കറ്റിൽ മിൽക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ കമ്പനി. ഞാൻ CEO നിൽക്കാം. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് മിൽക്ക് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. ഇവർ വേറൊരു കമ്പനി, ഒരു എക്സ് കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനി ആയിട്ടും വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ്, മേ ബി പിന്നെ ഒരു ബ്രെഡ് ആണെന്ന് വിചാരിച്ചോ. ബ്രെഡ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എക്സ്. നമ്മളേറ്റവും കാലാകാലം കുറേ കാലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ നമ്മൾ മിൽക്ക് അവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവര് എക്സ് കമ്പനി, ഇവരാരാ, നമ്മളാരാ, ഈ സൂപ്പർ മാർക്കറ്റ് നമ്മളാരാ, കസ്റ്റമർ അല്ലേ, കസ്റ്റമർ ആണ്, നമ്മൾ അവരുടെ സപ്ലയർ ആണ്. ഓക്കെ, അവരുടെ സപ്ലയർ ആണ്. ഇനി ഈ സൂപ്പർ മാർക്കറ്റ് പറഞ്ഞു, ഈ ബ്രെഡ് ഉണ്ടാക്കുന്ന എക്സ് കമ്പനിയിലേക്ക് അവർ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ബ്രെഡ് വാങ്ങാം. അപ്പോൾ അവരോട് ക്രെഡിറ്റ് ടേംസ്, എത്ര ദിവസമാണ് കടം തരേണ്ടത്, കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഇവർക്ക് കടം കൊടുക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് കടം കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആക്സസ് ചെയ്യാൻ നോക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളെ കമ്പനി പറയും, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇവരുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങുന്നുണ്ട്, ഇവരോട് ചോദിച്ചോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എക്സ് കമ്പനി നമ്മളോട് വന്നിട്ട് ചോദിക്കും, ഇവരെങ്ങനെയാണ് ക്രെഡിറ്റ് ടേംസ് ഒക്കെ എങ്ങനെയാണ് സെറ്റ് ആണോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇല്ല എങ്കിൽ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക, ഇവർ പിന്നെ നമ്മളോട് അടുത്ത് പാല് വാങ്ങുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അങ്ങനെ ചില സിറ്റുവേഷനിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം അത് കസ്റ്റമർ നഷ്ടപ്പെടൂലേ, ഇവർ ബില്ല് അടക്കാൻ എങ്ങനെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ആ കസ്റ്റമർ എന്തായി, നമുക്ക് പോയി. സോ ചില സമയത്ത് നമ്മുടെ ക്രെഡിറ്റ് പിന്നെ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യേണ്ടി വരും, തേർഡ് പാർട്ടീസിന് ക്രെഡിറ്റ് റെഫറൻസുകൾ കൊടുക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, സോ അതൊക്കെ എന്താണ്, ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. ഇനി ഡിസ്കൗണ്ട് ആക്സെപ്റ്റ് ചെയ്യണോ, എപ്പോഴാണ് ഡിസ്കൗണ്ട് ആക്സെപ്റ്റ് ചെയ്യുക, ക്യാഷ് ഡിസ്കൗണ്ട് ആക്സെപ്റ്റ് ചെയ്യണോ, എപ്പോഴാണ് ക്യാഷ് ഡിസ്കൗണ്ട് ആക്സെപ്റ്റ് ചെയ്യുക? ഓവർഡ്രാഫ്റ്റ് പെർസെന്റേജ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി അതോടെ നിൽക്കട്ടെ. എടാ, നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുക ചെയ്യുക, എടുക്കുക ചെയ്യുക, ഡിസ്കൗണ്ട് ആക്സെപ്റ്റ് ചെയ്യുക, എടുക്കല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ആക്സെപ്റ്റ് ചെയ്യുക. നമ്മളാണ് ഡിസ്കൗണ്ട് എന്ത് ചെയ്യുന്നത്,
മീൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴാണ് നമ്മൾ ഡിസ്കൗണ്ട് ആക്സെപ്റ്റ് ചെയ്യാം? ഓവർ ഡ്രാഫ്റ്റ് പെർസെന്റേജിനും റെസിവബിൾസ് ആകുമ്പോഴാണോ പേയബിൾസ് ആകുമ്പോഴാണോ? പേയബിൾ പേയബിൾസ് ആകുമ്പോൾ അല്ലേ? പേയബിൾസ് അതായത് പൈസ എന്ത് ചെയ്യണം, കൊടുക്കണം. ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ക്രെഡിറ്റ് അതായത് പൈസ മീൻസ് റെസിവബിൾസ് മാനേജ് ചെയ്യുന്നതാണ് എന്ത് ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ക്രെഡിറ്റ് എന്താണ് പേയബിൾസ് അതായത് പൈസ കൊടുക്കാനുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് പിന്നെ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആരല്ല, ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് അല്ല കേട്ടോ. മീൻസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. ക്രെഡിറ്റ് നമ്മൾ കസ്റ്റമർക്ക് ക്രെഡിറ്റ് കൊടുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താണ് പിന്നെ ക്യാഷ് ഡിസ്കൗണ്ട് ആക്സെപ്റ്റ് ചെയ്യുക പേയബിൾസിന്റെ കേസാണ്. ഓപ്ഷൻ ബി എന്താണ് ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി പെട്ടതല്ല. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി ഇതും ജനറൽ ക്വസ്റ്റൻ ആണ്. ഇൻഡിക്കേറ്റ് ബൈ ക്ലിക്കിംഗ് ഇൻ ദ റെലവന്റ് ബോക്സസ് വെദർ ദ ഫോളോയിങ് വുഡ് ഇൻഫ്ലുവൻസ്. താഴെ പറയുന്ന കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുമോ ഓർ വുഡ് നോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുമോ? ഓക്കെ, ക്രെഡിറ്റ് പോളിസി, ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് പോളിസിയെ താഴെ പറയുന്ന കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുമോ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, കോമ്പറ്റീറ്റേഴ്സ് ടേംസ്. എന്താ ക്രെഡിറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഉദാഹരണം ഞങ്ങളിപ്പോൾ 20 ദിവസമാണ് പിന്നെ എന്തെങ്കിലും ക്രെഡിറ്റ് കൊടുക്കുന്നത്, അത് 25 ദിവസം ആക്കണോ അല്ലെങ്കിൽ 18 ദിവസം മതിയോ എന്നുള്ളതൊക്കെ ചിന്തിക്കുകയാണ്. ക്രെഡിറ്റ് പോളിസി ഈ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളത്. ഒന്നാമത്തെ കേസ് നോക്കടാ, കോമ്പറ്റീറ്റേഴ്സ് ടേംസ്. കോമ്പറ്റീറ്റർ എത്ര ദിവസത്തിനാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മളുടെ ക്രെഡിറ്റ് പോളിസിയെ ഇൻഫ്ലുവൻസ് ചെയ്യോ? യെസ് ചെയ്യും. ചെയ്യൂലേ? അയാൾ ഒരു മാസം ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്, നമ്മൾ എന്താണ് 10 ദിവസം എന്ത് ചെയ്യുന്നുള്ളൂ ക്രെഡിറ്റ് കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ അപ്പൊ പ്രശ്നമല്ലേ, നമ്മൾ കസ്റ്റമർ ആയി പോകും. നമ്മൾ ക്രെഡിറ്റ് ടേംസ് ക്രെഡിറ്റ് പോളിസി എന്ത് ചെയ്യേണ്ടി വരും, മാറ്റേണ്ടി വരും. സോ കോമ്പറ്റീറ്റർ ടേം എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, റിസ്ക് ഓഫ് ഇറിക്കവറബിൾ ഡെപ്റ്റ് ഇറിക്കവറബിൾ ആവാൻ സാധ്യത ഉണ്ട്. നമ്മൾ ക്രെഡിറ്റ് പോളിസിയിൽ മാറ്റം വരുമോ, ഇൻഫ്ലുവൻസ് ചെയ്യോ ഇറിക്കവറബിൾ ഡെപ്റ്റ് സാധ്യത? കുറെ റിസീവബിൾ ഡേയ്സ് കൊടുത്താൽ എന്താ പ്രശ്നം, ഇറിക്കവറബിൾ ഡെപ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്, കൂടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് നമ്മൾ റിസീവബിൾ ഡേയ്സ് സെറ്റ് ആക്കും കേട്ടോ. ഇവിടെ ഇൻഫ്ലുവൻസ്. ഓക്കെ, ഫൈനാൻസിംഗ് കോസ്റ്റ്. ഞാൻ പറഞ്ഞു റിസീവബിൾസ് ഉണ്ടെങ്കിൽ അതിന് മുകളിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഫൈനാൻസ് കോസ്റ്റ്. റിസീവബിൾസ് ഉണ്ടെങ്കിൽ ഫൈനാൻസ് കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫൈനാൻസ് കോസ്റ്റ് നമ്മൾ ക്രെഡിറ്റ് പോളിസിയെ ഫൈനാൻസ് കോസ്റ്റ് ബാധിക്കുമോ? എങ്ങനെ ബാധിക്കുക? കൂടുമ്പോ റിസീവബിൾ ഡേയ്സ് കൂടുമ്പോൾ റിസീവബിൾ ഡേയ്സ് കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും. ഫൈനാൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും. അതായത് ഫൈനാൻസ് കോസ്റ്റ് അതിന്റെ മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത്, ഫൈനാൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഇതും ഇൻഫ്ലുവൻസ് ചെയ്യും കേട്ടോ, ഇൻഫ്ലുവൻസ് ചെയ്യും. എടാ ഇത് നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ക്രെഡിറ്റ് പോളിസി എന്ന് പറയാം. കസ്റ്റമർക്ക് കൊടുക്കുന്ന സപ്ലയറുടെ ടേംസ് ഇൻഫ്ലുവൻസ് ചെയ്യോ? നമ്മൾ ക്രെഡിറ്റ് ടേംസ് ഞാൻ കസ്റ്റമർക്ക് ഇത്ര ദിവസം കൊടുക്കുന്നുണ്ട്, സപ്ലയർ ടേമുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇൻഫ്ലുവൻസ് ചെയ്യൂല. നമ്മൾ കസ്റ്റമർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്, എത്ര ദിവസം കടം കൊടുക്കണം എന്നുള്ളത് നമ്മുടെ സപ്ലയർ അയാളുടെ ടേമുകളൊന്നും എന്ത് ചെയ്യൂല, ഇൻഫ്ലുവൻസ് ചെയ്യൂല, ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യില്ല കേട്ടോ. വുഡ് നോട്ട് ഇൻഫ്ലുവൻസ് എന്ന് പറയാം. ഓക്കെ, പറയാം സപ്ലൈസ് ഇപ്പോൾ 10 days വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനം കുറച്ച് ആൾക്കാർക്ക് നമ്മളത് നോക്കൂല, ടൈം നോക്കൂല. എന്താ കേട്ടില്ല, മനസ്സിലായില്ല? അതായത് ഇപ്പോൾ സപ്ലൈസ് നമുക്ക് തരുന്ന ടൈം 10 days ആണ്. കാരണം നമ്മൾ പൈസ കൊടുക്കേണ്ട 10 days അപ്പൊ നമ്മളൊരാൾക്ക് സാധനം കൊടുക്കുമ്പോൾ നമ്മൾ അതുകൂടി കൺസിഡർ ചെയ്യൂല ശരിക്കും? ഇല്ല, അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നമ്മളൊരു എന്താ പറയാ മീൻസ് സ്കില്ല് നമുക്ക് ചിലപ്പോൾ സപ്ലയർ ആയിട്ടും ബാർഗൈൻ ചെയ്യാനുള്ള സ്കിൽ എന്തായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. സപ്ലയർ ആയിട്ടും ബാർഗൈൻ ചെയ്യാനുള്ള സ്കിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറെ ഡീലാക്കി വരുത്താൻ പറ്റും, ഡീലാക്കാൻ പറ്റും. ചെയ്യുമ്പോൾ നമ്മൾ അതുകൂടി കൺസിഡർ ചെയ്യില്ല ശരിക്കും? ഡയറക്റ്റ്ലി കൺസിഡർ ചെയ്യൂല. നമുക്ക് ഒരു ഉദാഹരണം പറയാം. ഓക്കെ, ഞാനാണ് കമ്പനി. ഓക്കെ, എനിക്ക് ഗുഡ്സ് തരുന്ന സപ്ലയറും ഉണ്ട്, ഞാൻ ഗുഡ്സ് സെല് ചെയ്യുന്ന കസ്റ്റമറും ഉണ്ട്. ഓക്കെ, ഞാൻ ഇയാളേറ്റും മീൻസ് എത്ര ദിവസത്തെ കടത്തിനാണ് ഇയാൾക്ക് സപ്ലൈക്ക് പൈസ കൊടുക്കണ്ടേ, അത് ചിലപ്പോൾ എനിക്ക് നല്ല എന്തുണ്ട് സ്കില്ലുണ്ട്, എനിക്ക് അവരായിട്ടും ബാർഗൈൻ ചെയ്യാനുള്ള നല്ല സ്കില്ലുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് 3 months കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, സപ്ലൈക്ക് പൈസ കൊടുക്കുക. ഓക്കെ, നമ്മൾ കസ്റ്റമർക്ക് ബാർഗൈനിങ് പവറും ഇല്ല, വിചാരിച്ചോ, ബാർഗൈനിങ് പവറും ഇല്ല, മീൻസ് ഒന്നുമില്ല. നമ്മൾ ചിലപ്പോൾ മീൻസ് നമ്മൾ കൊടുക്കുന്നത് 3 മാസം കൊണ്ടാണ് സപ്ലൈക്ക് കൊടുക്കുന്നത്, പക്ഷേ കസ്റ്റമർ കയ്യിൽ നിന്ന് എനിക്ക് എന്ത് വേണ്ടി വരും, ചിലപ്പോൾ നേരത്തെ പൈസ വേണ്ടി വരും, ഒരു 10 ദിവസം കൊണ്ട് വേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്തോ ആയിക്കോട്ടെ, സപ്ലൈക്ക് ഞാൻ എപ്പോഴോ പൈസ കൊടുത്തോട്ടെ, എനിക്ക് ചിലപ്പോൾ എന്ത് വേണ്ടി വരും, കസ്റ്റമർ കയ്യിൽ നിന്ന് നേരത്തെ പൈസ വാങ്ങേണ്ടി വരും ചിലപ്പോൾ. എക്സാമ്പിൾ പറഞ്ഞാൽ ഇങ്ങനെ ആവാം. അപ്പോൾ ഡയറക്ട്ലി സപ്ലൈക്ക് എത്ര ദിവസമാണ് ക്രെഡിറ്റിന് കൊടുക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യില്ല, ഞാൻ എന്റെ കസ്റ്റമർക്ക് എത്ര ദിവസത്തിന് ക്രെഡിറ്റിന് കൊടുക്കണം എന്നുള്ള ക്രെഡിറ്റ് പോളിസിയെ ഡയറക്ട്ലി ബാധിക്കത്തില്ല കേട്ടോ. വുഡ് നോട്ട് ഇൻഫ്ലുവൻസ്. തല കുത്തനെ വരാണെങ്കിൽ ശരിക്കും വരില്ല സാർ. 1 example 3 മാസവും ബാക്കി നമ്മൾ സപ്ലൈ നടക്കുന്ന 10 days ആണെങ്കിൽ നമ്മൾ സപ്ലയർ ആണ്. അതായത് മീൻസ് നേരെ തിരിച്ചു വരാം, മീൻസ് രണ്ടും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യില്ല, ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഞാൻ എന്റെ സപ്ലൈറോട് വേറെ പല കാര്യങ്ങളും എന്റെ വേറെ പല ബുദ്ധിമുട്ടുകളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുക, സപ്ലൈർക്ക് പൈസ കൊടുക്കുക. അത് കസ്റ്റമർ കഴിയുമ്പോൾ വേറെ പെർസ്പെക്റ്റീവ് ആണ്. ചിലപ്പോൾ എനിക്ക് നേരത്തെ പൈസ വേണ്ടി വരും, ഞാൻ സപ്ലൈർക്ക് കൊടുക്കുന്നതിനേക്കാളും നേരത്തെ പൈസ എനിക്ക് കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പൊതുവിൽ എന്ത് ചെയ്യില്ല, ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. രണ്ടും 2 കാറ്റഗറി ആയിട്ട് കൂട്ടുക. ഓക്കെ, ഒന്ന് റിസീവബിൾ ആണ്, ഒന്ന് പേയബിൾ ആണ്. രണ്ടിന്റെയും പോളിസികളിൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടായേക്കാം. ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യൂല കേട്ടോ. ഇൻഫ്ലുവൻസ് ചെയ്യൂല എന്നല്ല, പെട്ടെന്ന് അതായത് ഡയറക്ട്ലി നേരിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. വുഡ് നോട്ട് ഇൻഫ്ലുവൻസ് എന്ന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ആനുവൽ ഫൈനാൻസ് കോസ്റ്റ്. ഓക്കെ, 2025 ആനുവൽ ഫൈനാൻസ് കോസ്റ്റാണ് ചോദിച്ചത്. ഓക്കെ, ഫൈനാൻസ് കോസ്റ്റ് എങ്ങനെ കാണുക, ആനുവൽ കോസ്റ്റ് ഇൻ ഡോളർ ഫൈനാൻസിങ്, റിസീവബിൾസ് ഫൈനാൻസ് ചെയ്യാനുള്ള കോസ്റ്റ്, അത് ഫൈനാൻസ് കോസ്റ്റ് ആണ് ഇക്വേഷൻ എന്താ പറഞ്ഞത്, ഫൈനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റിസീവബിൾ
ഇൻറ്റു ഓവർഡ്രാഫ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് റിസീവബിൾസ് ഇൻറ്റു ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെന്റേജ് ആണ് എന്ത് ചെയ്താൽ മതി കണ്ടാൽ ഫൈനാൻസ് കോസ്റ്റ് കിട്ടും. ഏത് വർഷത്തെ ഫൈനാൻസ് കോസ്റ്റ് കണ്ടത്? 2015. 2015 2015 ഫൈനാൻസ് കോസ്റ്റ് ആണ്. സോ സ്വാഭാവികമായിട്ടും ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അതിന് മുകളിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, 2015 ഡാറ്റാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട, ഞാനിത് വായിച്ചു നോക്കിയോണ്ട് മീൻസ് പെട്ടെന്ന് അറിയാം. നമുക്ക് വേണ്ട ഒരു കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഓക്കെ. 2015 ഇവരെ സെയിൽസ് എത്രയാ? 16,000 അല്ലേ? 2015 ഇവരെ സെയിൽസ് 16,000. സോറി 16,000 അല്ല, സോറി 1,600 ആണ്. 2015 സെയിൽസ് അത് ഫുള്ള് ക്രെഡിറ്റ് സെയിൽസ് ആണോ അറിയണം. എടാ നമുക്ക് റിസീവബിൾസ് കാണണമെങ്കിൽ എന്ത് വേണ്ടി വരും? ക്രെഡിറ്റ് സെയിൽസ് വേണ്ടിയല്ലേ? റിസീവബിൾസ് കാണുന്ന ഇക്വേഷൻ എന്താ? Credit sales റിസീവബിൾസ് കാണുന്ന ഇക്വേഷൻ എന്താ? റിസീവബിൾ ഡേയ്സ് days by credit sales into 360. receivable days by Receivables- credit sale അല്ലല്ല പറഞ്ഞേക്ക്. receivable days by 365 into credit sale. റിസീവബിൾ ഡേയ്സ് ബൈ 365 ഇൻറ്റു ക്രെഡിറ്റ് സെയിൽസ്. ഇതാണ് റിസീവബിൾസ് കാണുന്ന ഇക്വേഷൻ. ഓക്കെ, റിസീവബിൾ ഡേയ്സ് വെച്ചിട്ട് റിസീവബിൾസ് കാണുന്ന ഇക്വേഷൻ റിസീവബിൾ ഡേയ്സ് ഡിവൈഡഡ് ബൈ 365 ഇൻറ്റു ക്രെഡിറ്റ് സെയിൽ. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് ആവശ്യമാണ്. ഓക്കെ, ടോട്ടൽ 2015 സെയിൽസ് എന്ന് പറഞ്ഞാൽ 1,600 ആണ്. ഓക്കെ, ടോട്ടൽ സെയിൽസ് അതിന് എത്ര ശതമാനമാണ് പിന്നെ ക്രെഡിറ്റ് സെയിൽസ് നോക്കണം. ക്രെഡിറ്റ് സെയിൽസ്. സോ ഇവിടെ പറയുന്നുണ്ട് ദ ആക്ട്. ഓക്കെ, അതിന് മുമ്പ് അത് മനസ്സിലാക്കണമെന്ന് ഒരു കാര്യം കൂടി പറയണം. ഓക്കെ, ഒന്നാമത് ഇവിടെ ഒരു പാരഗ്രാഫ് പറയുന്നത് അതിൽ എന്തൊക്കെയാ പറയുന്നത് നോക്കാം. ഇൻ ദ ഫസ്റ്റ് ഇയർ സെയിൽസ് വർ മെയ്ഡ് ഓൺ പ്യൂർലി ക്യാഷ് ബേസിസ്. ആദ്യത്തെ വർഷമൊക്കെ ക്യാഷിനായിരുന്നു അവർ എന്ത് ചെയ്യുന്നത്, സെൽ ചെയ്യുന്നത്, ക്യാഷ് സെയിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫർദർ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ക്രെഡിറ്റ് സെയിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ക്രെഡിറ്റ് സെയിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫോർ ബിസിനസ്. ഓക്കെ, ബിസിനസിന് ക്രെഡിറ്റ് സെയിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഇവിടെ നോക്ക്, ഇവര് എന്താ ചെയ്യുന്നത്, ഹോൾ കമ്പനി ഈസ് എ റീറ്റെയിൽ ഓർഗനൈസേഷൻ. ഒരു റീറ്റെയിൽ ഓർഗനൈസേഷൻ ആണ്. അവർ ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അബ്രോഡിൽ നിന്ന് വാങ്ങുന്നുണ്ട്, ക്യാഷിന് വാങ്ങുന്നുണ്ട്, എന്നിട്ട് വിൽക്കുന്നുണ്ട്. ആർക്കൊക്കെ വിൽക്കുന്നത്? ഇൻഡിവിജ്വൽസിനും ബിസിനസിനും. ആർക്കൊക്കെ ഇവർ ഗുഡ്സ് വിൽക്കുന്നത്? വ്യക്തികൾക്ക് മാത്രമാണോ? അല്ല, ബിസിനസിനും വിൽക്കുന്നുണ്ട് അല്ലേ? ഉം. സ്ഥാപനങ്ങൾക്കും വിൽക്കുന്നുണ്ട്, ബിസിനസ്സുകൾക്കും വിൽക്കുന്നുണ്ട്. എനിവേ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ ആദ്യമൊക്കെ ഇവരെന്തായിരുന്നു, ഈ കമ്പനി ഹാൾ കമ്പനി എന്ന് പറയുന്ന കമ്പനി ക്യാഷ് സെയിൽസ് മാത്രമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ക്യാഷ് സെയിൽസ് മാത്രം. പിന്നെ അവരെന്ത് ചെയ്തു, ബിസിനസ്സുകൾക്ക് ബിസിനസ്സുകൾക്ക് എന്ത് തുടങ്ങി, ക്രെഡിറ്റ് സെയിൽസ് തുടങ്ങി. ഓക്കെ, അത് ഇൻഡിവിജ്വൽസ് അല്ല, ബിസിനസ്സുകൾക്ക് എന്ത് തുടങ്ങി, ക്രെഡിറ്റ് സെയിൽസ് തുടങ്ങി. ഈ 16,000 ക്രെഡിറ്റ് സെയിൽസ് ഉള്ളത്, അല്ല സോറി 1,600 ക്രെഡിറ്റ് സെയിൽസ് ഉള്ളത് ഇൻഡിവിജ്വൽസിന് മാത്രമാണെന്ന് പറയുന്നുണ്ടോ? ക്രെഡിറ്റ് സെയിൽസ് അല്ല, സെയിൽസ് ഉള്ളത് ഇത് ഇൻഡിവിജ്വൽസിന് മാത്രം വെക്കുന്ന പറയുന്നുണ്ടോ? ഇല്ല. ഇല്ല, രണ്ട് പറയുന്നില്ല. എന്തുണ്ടാവും? രണ്ടുണ്ടാവും. അതായത് ഇൻഡിവിജ്വൽസിന് വെക്കുന്നുണ്ടാവും, ബിസിനസിന് വെക്കുന്നുണ്ടാവും. ഓക്കെ, ഇവർ പറഞ്ഞത് ക്രെഡിറ്റ് സെയിൽസ് ആർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ? ബിസിനസിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ബിസിനസ് എത്ര പെർസെന്റേജ്, ബിസിനസിന് എത്ര പെർസെന്റേജ് സെയിൽസ് എന്ന് നോക്കിയാൽ മതി. അതായിരിക്കും അവരുടെ ക്രെഡിറ്റ് സെയിൽസ് അല്ലേ. ബാക്കിയുള്ള പെർസെന്റേജ് എന്തായിരിക്കും? ക്യാഷ് സെയിൽസ് ആയിരിക്കും. ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നത് ക്യാഷ് സെയിൽസ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഡാറ്റ നോക്കിയാൽ മതി. ഇത്രയും ഓക്കെ, ഡൂറിംഗ് ദ പീരീഡ് അപ് ടു ആൻഡ് ഇൻക്ലൂഡിംഗ് 2015 അടങ്ങുന്ന പീരീഡിൽ ദ എക്സ്പെക്ടഡ് അക്കൗണ്ട് റിസീവബിൾ കളക്ഷൻ പീരീഡ് ഹാസ് ബീൻ മെയിൻറ്റെയിൻ. അവർ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്ത അക്കൗണ്ട് കളക്ഷൻ പീരീഡ് എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹൗവർ ബൈ 2015 ദ ആക്ച്വൽ ബിസിനസ് പ്രൊപ്പോർഷൻ ഓഫ് സെയിൽസിന്റെ ബിസിനസ് പ്രൊപ്പോർഷൻ എന്നുള്ളത് 50 നിന്നും 60% മാറിയിട്ടുണ്ട്. അതായത് ക്രെഡിറ്റ് സെയിൽസിന്റെ 50% ആയിരുന്നു അത്രയും കാലം എന്ത് ബിസിനസ് സെയിൽസ് ആയിട്ടുണ്ടായിരുന്നു. ടോട്ടൽ സെയിൽസിന്റെ 50% ആയിരുന്നു. ടോട്ടൽ സെയിൽസിന്റെ 50% ആയിരുന്നു 2015 വരെ അവരുടെ എന്ത് ബിസിനസ് സെയിൽസ്. ബിസിനസിന് അവരെങ്ങനെ കൊടുക്കുന്നത്? ക്യാഷിനാണോ ക്രെഡിറ്റിനാണോ? ക്രെഡിറ്റിനാണ് ബിസിനസ്സുകൾക്ക് സെൽ ചെയ്യുന്നത്. അത് 50 ഉള്ളത് 2015 എത്ര ശതമാനമായി? 60%. അപ്പൊ ടോട്ടൽ സെയിൽസ് 1,600 ആണ്. 1,600 ടോട്ടൽ സെയിൽസ്. 3 സീറോസ് ഇറക്കി കേട്ടോ. 1,600 പിന്നെ 3 സീറോസും, അതായത് 1,60,000. ഓക്കെ, സോറി 16 ലക്ഷം ആണ് ടോട്ടൽ സെയിൽസ്. ഇതാണ് ടോട്ടൽ സെയിൽസ്. ഇതിന്റെ 60% എന്താണ്? ആർക്കാ കൊടുക്കുന്നത്? ബിസിനസ്സുകൾക്കാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പൊ അവർ ക്രെഡിറ്റ് സെയിൽസ് എത്രയാ? ബിസിനസ്സുകൾക്ക് എന്തിനാ കൊടുക്കുക? ക്രെഡിറ്റിനല്ലേ. 1,600ന്റെ 60%. ഇതിന്റെ 60% കണ്ടാൽ മതി. അത്രയും എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. ബാക്കി 40% എന്തായിക്കൂടാ? ക്യാഷ് സെയിൽസ് ആണ്. അപ്പൊ ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്ന് കണ്ടെത്തിയ 2015 ക്രെഡിറ്റ് സെയിൽസ് എത്ര? 9,60,000. അതായത് 2015 ഈ കമ്പനി 9,60,000 ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നുണ്ട് ഇല്ലേ? ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നുണ്ട്. അത് മനസ്സിലായില്ലേ? ഐഡിയ മനസ്സിലായില്ലേ എങ്ങനെ ക്രെഡിറ്റ് സെയിൽസ് കണ്ടെന്നുള്ളത്? ഓക്കെ, ഇനി ഇവരുടെ ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ കണ്ടു 9,60,000. ഇവരുടെ ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത് താഴെ പറയുന്ന പോലെയാണ്. 40% ആൾക്കാർ എത്ര ദിവസത്തിന് പൈസ അടക്കും? 1 മന്തിൽ പൈസ അടക്കും. ഓക്കെ, 40% ആൾക്കാർ 1 മന്തിൽ പൈസ അടക്കും. ബാക്കി 60%-ലെ 40% എത്ര ദിവസം കൊണ്ട് പൈസ അടക്കുക? 2 മന്ത് കൊണ്ട് പൈസ അടക്കും. ഓക്കെ, ബാക്കി വരുന്ന 20% ആൾക്കാർ 3 മന്ത് കൊണ്ടാണ് പൈസ അടക്കുക. ഓക്കെ, ഇത്രയും ഡാറ്റ പറഞ്ഞു. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റിസീവബിൾസ് കിട്ടൂലേ? റിസീവബിൾസ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അതിന് ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെന്റേജ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവര് എത്രയാണ് ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നത്? ഓവർ ഡ്രാഫ്റ്റ് എത്ര പെർസെന്റേജ് എടുക്കുന്നത്? ഇവിടെ പറയുന്നുണ്ടാവും. 10%. എത്ര പെർസെന്റേജ് ആടാ? 10% ആണ്. ഓക്കെ, 10% വിച്ച് ഈസ് ദ ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താ? അവർ കൊടുക്കുന്ന
പിന്നെ ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെന്റേജ് ആയിരിക്കും 10. മീൻസ് എന്ത് ക്യാപിറ്റൽ റൈസ് ചെയ്താലും അതിന് മുകളിൽ 10% റിട്ടേൺസ് കൊടുക്കണം. അതിന്റെ മീനിങ് ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെന്റേജ് എന്തായിരിക്കും 10% ആയിരിക്കും അല്ലേ. അപ്പൊ റിസീവബിൾസ് കണ്ടിട്ട് അതിന് എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി 10% വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ അല്ലടാ. യെസ്. ഓക്കെ ഞാൻ ഇവിടെ എഴുതി തരാം. ഫൈനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ എങ്ങനെ കാണാം? റിസീവബിൾസിന്റെ ഓവർ ഡ്രാഫ്റ്റ് പെർസെന്റേജ്. റിസീവബിൾസ് ഇൻറ്റു ഓവർ ഡ്രാഫ്റ്റ് പെർസെന്റേജ് അതാണ് ഫൈനാൻസ് കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ റിസീവബിൾസ് ഇൻറ്റു ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെന്റേജ് അല്ലേ. ഇതല്ലടാ ഫൈനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ വർക്കിംഗ് ഔട്ട് ഇടൂലേ ഫൈനാൻസ് കോസ്റ്റ് കാണാൻ. അതേപോലെ ഞാൻ ചെയ്യാം. എല്ലാവർക്കും ഒരേ റിസീവബിൾ ഡേയ്സ് ആണോ എല്ലാ കസ്റ്റമേഴ്സിനും? അല്ല. അല്ലല്ലോ. 40% ആളുകൾക്ക് ഒരു റിസീവബിൾ ഡേയ്സ്, വേറെ 40% ആളുകൾക്ക് വേറെ റിസീവബിൾ ഡേയ്സ്, 20% ആളുകൾക്ക് വേറെ റിസീവബിൾ ഡേയ്സ്. ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഇതാണ് 40% ആളുകളുടെ ഫൈനാൻസ് കോസ്റ്റ് കാണാം. റിസീവബിൾ ഡേയ്സ് മാറുമ്പോൾ റിസീവബിൾസ് മാറൂലേ? റിസീവബിൾ ഡേയ്സ് മാറുമ്പോൾ റിസീവബിൾസ് മാറും. സ്വാഭാവികമായിട്ടും ആരും കൂടി മാറും, ഫൈനാൻസ് കോസ്റ്റ് മാറും. റിസീവബിൾ ഡേയ്സ് മാറുമ്പോൾ റിസീവബിൾസ് മാറും, ഫൈനാൻസ് കോസ്റ്റ് മാറും. ഓക്കെ അപ്പോൾ 40% ആളുകൾക്ക് ഒരു ഫൈനാൻസ് കോസ്റ്റും വേറെ 40% ആളുകൾക്ക് വേറെ ഫൈനാൻസ് കോസ്റ്റും ബാക്കി വരുന്ന 20% ആളുകൾക്ക് വേറെ ഫൈനാൻസ് കോസ്റ്റ് ആയിരിക്കും അല്ലേ അല്ലടാ. യെസ്. ഓക്കെ അപ്പോൾ 40% ആളുകളുടെ റിസീവബിൾസ് കാണണം. റിസീവബിൾസ് എങ്ങനെ കാണുക? ഇക്വേഷൻ എന്താ? റിസീവബിൾ ഡേയ്സ് ഡിവൈഡഡ് ബൈ റിസീവബിൾ ഡേയ്സ് ഡിവൈഡഡ് ബൈ 365 ഇൻറ്റു ക്രെഡിറ്റ് സെയിൽസ് അല്ലേ. എടാ ഇതല്ലേ റിസീവബിൾസ് കാണുന്ന ഇക്വേഷൻ. ഒരു മിനിറ്റ് പറഞ്ഞുതരാം. റിസീവബിൾസ് കാണുന്ന ഇക്വേഷൻ റിസീവബിൾ ഡേയ്സ് ഡിവൈഡഡ് ബൈ 365 ഇൻറ്റു ക്രെഡിറ്റ് സെയിൽസ്. ഇതാണ് റിസീവബിൾസ് കാണുന്ന ഇക്വേഷൻ. അപ്പൊ ഞാൻ 40% ആളുകളുടെ റിസീവബിൾസ് കാണാണ്. അവരുടെ റിസീവബിൾ ഡേയ്സ് എത്രയാ? 1 month. ഡേയ്സ് അല്ല മന്തിലാണ്. 1 month ആണ് അവരുടെ റിസീവബിൾ ഡേയ്സ് അല്ലേ. ഓക്കെ അവരുടെ റിസീവബിൾ ഡേയ്സ് 1 month ആണ്. ഡിവൈഡഡ് ബൈ എത്ര ദിവസം? ഓക്കെ 1 month മന്തിൽ എടുത്തു. ഡിവൈഡഡ് ബൈ 365 ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല. 12. 12 ആണ് ചെയ്യാം. ഓക്കെ 365 ചെയ്യാൻ പറ്റൂല, 12 ആണ് ചെയ്യാം. ഇതാണ് എന്ത് റിസീവബിൾ ഡേയ്സ് ഡിവൈഡഡ് ബൈ 365 ഏറ്റവും പകരം നിൽക്കുന്ന വാല്യൂ അല്ലേ. എടാ റിസീവബിൾ ഡേയ്സ് ഡിവൈഡഡ് ബൈ 365 ചെയ്തു ഇൻറ്റു എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സെയിൽസ് ചെയ്യണ്ടേ? യെസ്. ഇവർക്ക് എത്ര ക്രെഡിറ്റ് സെയിൽസ് ഉള്ളത് ടോട്ടൽ? 9,60,000 അല്ലേ? ഇതാണ് ഒരു ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ്. ഇത് ടോട്ടൽ സെയിൽസ് ആണ്. അതിന്റെ 9,60,000 ആണ് അവരുടെ ക്രെഡിറ്റ് സെയിൽസ്. ഓക്കെ സോ ഇൻറ്റു റിസീവബിൾ ഡേയ്സ് ഡിവൈഡഡ് ബൈ 365 അത് റിസീവബിൾ മന്ത് ഡിവൈഡ് ബൈ 12 ഇൻറ്റു 365 ഇൻറ്റു എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സെയിൽസ് ചെയ്യണം. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ 9,60,000 ആണ് അല്ലേ. 9,60,000 ആണ് ക്രെഡിറ്റ് സെയിൽസ്. നമ്മൾ എന്ത് കണ്ടു? റിസീവബിൾസ് കണ്ടു. ഇത് എത്ര ശതമാനം ആളുകളുടെ റിസീവബിൾസ് ആണ്? 40%. അല്ല ഇത് 40% ആളുകളുടെ റിസീവബിൾസ് അല്ല, 100% ആളുകളുടെ റിസീവബിൾസ് ആണ്. 100% ആളുകൾ ഒരു മാസം കൊണ്ട് പൈസ തരികയാണെങ്കിൽ അവരുടെ റിസീവബിൾസ് ആണ് ഈ വാല്യൂ. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? 100% ഇതിനെന്ത് ചെയ്യണം? ഇൻറ്റു 40% ചെയ്യണം. 40% ചെയ്തു. സോ ഇപ്പൊ കിട്ടുന്നതാണ് ഇതെന്താ? ഈ വാല്യൂ എന്താ? 40% ആളുകളുടെ റിസീവബിൾസ്. നമുക്ക് വേണ്ടത് റിസീവബിൾസ് ആണോ ഫൈനാൻസ് കോസ്റ്റ്? അപ്പൊ റിസീവബിൾസ് കിട്ടി. ഇനി ഇതിന് എന്ത് ചെയ്യണം? 10% ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെന്റേജ് 10% ചെയ്യണം. ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് കാണിക്കണം. ചെയ്യണം കേട്ടോ. 40% ആളുകളുടെ റിസീവബിൾസ് കണ്ടു, എന്നിട്ട് ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെന്റേജ് ചെയ്തു. അതാണ് ഫൈനാൻസ് കോസ്റ്റ്. എത്ര വരുന്നത്? 3,200. ഇനി ഇവിടെ എന്തൊക്കെ ഡിഫറൻസ് വരിക? മന്ത് പിന്നെ പെർസെന്റേജ് അല്ല മന്ത് മാത്രം. ഇവിടെ മന്തും പെർസെന്റേജും ആണ് ഡിഫറൻസ് വരുന്നത്. പക്ഷേ ഇവർ അത് ബാക്കി 40% ആൾക്കാർ 2 മാസം കൊണ്ടാണ് തരുന്നത്. സോ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഇവിടെ മന്ത് മാത്രം മാറ്റി കൊടുത്താൽ പോലെ. ശതമാനം 40 അല്ലേ വരിക. ഇവിടെ പെർസെന്റേജ് മാറ്റണോ? വേണ്ട ആവശ്യമില്ല. ഓക്കെ എന്ത് കണ്ടു? അവരുടെ ഫൈനാൻസ് കോസ്റ്റ് കണ്ടു. ഇനി അടുത്തത് ഇവിടെ എന്തൊക്കെ ഡിഫറൻസ് വരിക? ഓക്കെ 20% ആളുകൾ 3 മാസം കൊണ്ടാണ് തരുന്നത്. അതുകൊണ്ട് മന്ത് മാറി പെർസെന്റേജ് മാറി. ഓക്കെ ഇവിടെ 3 മാസം കൊണ്ടാണ് 20% ആളുകൾ തരുന്നത്. സോ മന്ത് മാറി പെർസെന്റേജ് മാറി. പെർസെന്റേജ് 20% ആയി. സോ 20% ആളുകളുടെ ഫൈനാൻസ് കോസ്റ്റ്. എടാ ഇതിന്റെ മൂന്നിന്റെ സമ്മല്ലേ ടോട്ടൽ ഫൈനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്? 40% ആളുകളുടെ റിസീവബിൾസ് ഇൻറ്റു ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെന്റേജ്, ബാക്കി 40% ആളുകളുടെ റിസീവബിൾസ് ഇൻറ്റു ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെന്റേജ്, 20% ആളുകളുടെ റിസീവബിൾസ് ഇൻറ്റു ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെന്റേജ്. ഇതിന്റെ മൂന്നിന്റെയും സമ്മാണ് എന്ത്? ടോട്ടൽ ഫൈനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് അവർ ചോദിച്ചത്. ടോട്ടൽ ഫൈനാൻസ് കോസ്റ്റ് എത്രയായിരിക്കും എന്നുള്ളത് കേട്ടോ. എന്ത് കണ്ടു? റിസീവബിൾ കണ്ടു, എന്നിട്ട് അതിന് ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെന്റേജ് ചെയ്തു. 40% ആളുകൾക്ക് ഒന്ന്, വേറെ 40% ആളുകൾക്ക് വേറെ ഒന്ന്, 20% ആളുകൾക്ക് വേറെ ഒന്ന്. അതിന്റെ മൂന്നിന്റെയും സമ്മാണ് ടോട്ടൽ ഫൈനാൻസ് കോസ്റ്റ് എന്ന് പറയാം. സോ ആൻസർ എത്ര വരിക? 14,400 14,400 കേട്ടോ. ഇതാണ് ടോട്ടൽ ഫൈനാൻസ് കോസ്റ്റ്. എല്ലാവർക്കും നിങ്ങൾ ആ സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി. ഏത്? ഫൈനാൻസ് കോസ്റ്റിന്റെ വർക്കിംഗ് ഔട്ട് ഇടൂലേ, എന്നിട്ട് നമ്മൾ എത്രയാണോ ഫൈനാൻസ് കോസ്റ്റിന്റെ എമൗണ്ട് ഇടുന്നത് ആ എമൗണ്ട് ആണ് അവർ ചോദിച്ചത്. ഓക്കെ 40% ആളുകളുടെ റിസീവബിൾസ് ഇൻറ്റു ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെന്റേജ്, വേറെ 40% ആളുകളുടെ റിസീവബിൾസ് ഇൻറ്റു ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെന്റേജ്, 20% ആളുകളുടെ റിസീവബിൾസ് ഇൻറ്റു ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെന്റേജ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ ഫൈനാൻസ് കോസ്റ്റ് കിട്ടും 14,400. അതാണ് ആൻസർ വരിക. സാർ ഇതിൽ 2015 ഫോർകാസ്റ്റ് ചെയ്തതാണോ? 2015 തന്ന സ്റ്റേറ്റ്മെന്റ് ഫോർകാസ്റ്റ് ചെയ്തതാണ്. 2015 ഫോർകാസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ തന്നെയാ വാല്യൂസ് വരിക. നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നല്ലേ, എല്ലാം ഫോർകാസ്റ്റ് ചെയ്യുന്ന അല്ലേ. അതായത് ഇവിടെ 2014 വരെ ആക്ച്വലി വന്നതായിരിക്കും.
2014 വരെ യഥാർത്ഥത്തിൽ വന്നതായിരിക്കും. 2015 എന്താണ് അവർ ഫോർകാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസിലൊക്കെ ഫോർകാസ്റ്റ് ചെയ്യുന്ന വാല്യൂസ് വെച്ചിട്ടല്ലേ വരല്? അല്ലടാ, ഇവിടെ ഇപ്പൊ നമ്മൾ 2014 ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. 2015 വാല്യൂ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഫോർകാസ്റ്റ് ചെയ്യാൻ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് വാല്യൂസ് വരിക എന്നുള്ളത്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിലപ്പോ സെയിൽസിൽ ഗ്രോത്ത് ഉണ്ട് പറയുന്നുണ്ടല്ലോ. സെയിൽസിൽ ഗ്രോത്ത് ഉണ്ട് പറയുന്നത്. സെയിൽസിന്റെ വാല്യൂ അവരെ ഗ്രോത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. സെയിൽസ് ഗ്രോത്ത് ചെയ്യുന്നില്ലേ 2014? ക്വസ്റ്റ്യൻ പറയുന്നുണ്ടല്ലോ 50 to 60 എന്ന് പറയുന്നത്. അതായത് അങ്ങനെ മീൻസ് അതായത് സെയിൽസ് ഗ്രോ ചെയ്യുന്നല്ല, ഇവിടെ ബിസിനസ് സെയിൽസ്. അതായത് ഈ 2014 അവരുടെ 50% ബിസിനസ് സെയിൽസ്. അതായത് ബിസിനസ് സെയിൽസ് എന്ന ബിസിനസ്സുകൾക്ക് സെയിൽ ചെയ്യുന്നത് 50% ആയിരുന്നു. വിച്ച് മീൻസ് 50% അവർ എന്ത് ക്രെഡിറ്റ് സെയിൽസ് ചെയ്തിരുന്നത്. സോ ഇവിടുത്തെ ക്രെഡിറ്റ് സെയിൽസ് എടുക്കുമ്പോൾ ഇതിന്റെ 50% എടുത്താൽ മതി. ഇവിടുത്തെ ക്രെഡിറ്റ് സെയിൽസ് എടുക്കുമ്പോൾ ഇതിന്റെ 60% എടുക്കണം. കാരണം 50-ൽ നിന്ന് 60% എന്തായി ക്രെഡിറ്റ് സെയിൽസ് കൂടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ 16 ലക്ഷത്തിന്റെ 60% ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് എടുത്തത്. ഐഡിയ മനസ്സിലായോ? പക്ഷെ അത് ഗ്രോത്ത് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? ഇവിടെ പറഞ്ഞത് എടാ, അവർ ഒരു കാര്യം പറഞ്ഞു. ബിസിനസ്സുകൾക്ക് അവർ ക്രെഡിറ്റിനാണ് കൊടുക്കുന്നത് പറഞ്ഞു. ബിസിനസ്സുകൾക്ക് അവർ ക്രെഡിറ്റിനാണ് കൊടുക്കുക. ഇൻഡിവിജ്വൽസിനാണ് എന്ത് ചെയ്യുക? ക്യാഷ് സെയിൽസ് നടത്തുക. ബിസിനസ്സുകൾ കൊടുക്കുമ്പോൾ എന്ത് ക്രെഡിറ്റ് സെയിൽസ് ആണ് മുകളിൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് ഈ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇത്ര ഇത് വേണ്ട, ഇതുവരെ വായിച്ചാൽ മതി. 2015 ആയപ്പോഴും ആക്ച്വൽ ബിസിനസ് പ്രൊപ്പോർഷൻ ഓഫ് സെയിൽസിന്റെ ബിസിനസ് പ്രൊപ്പോർഷൻ, അതായത് ടോട്ടൽ സെയിൽസ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റിന് ബിസിനസ്സുകൾക്ക് കൊടുക്കുന്നുണ്ട്, ക്യാഷിന് ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സുകൾക്ക് കൊടുക്കുന്നതിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെ പ്രൊപ്പോർഷനാണ്? ബിസിനസ്സുകൾക്ക് ക്രെഡിറ്റിന് കൊടുക്കുന്നത് പറഞ്ഞാൽ ബിസിനസ് സെയിൽസിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അത് എന്തിനും കൂടി പ്രൊപ്പോർഷൻ ആണ്? ക്രെഡിറ്റ് സെയിൽസിന്റെ പ്രൊപ്പോർഷൻ അല്ലേ? ബിസിനസ്സുകൾക്ക് മാത്രമാണ് അവർ ക്രെഡിറ്റ് കൊടുക്കുന്നത്. സോ അത് ക്രെഡിറ്റ് സെയിൽസിനും കൂടി പ്രൊപ്പോർഷൻ ആണ്. സ്വാഭാവികമായും അവർ 50%-ൽ നിന്ന് 60%-ലെത്തി. അതായത് കഴിഞ്ഞ വർഷത്തെ സെയിൽസിന്റെ 50% ആയിരുന്നു ക്രെഡിറ്റ് സെയിൽസ്. ഈ വർഷത്തെ സെയിൽസിന്റെ 60% എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ഞാനൊരു ഇക്വേഷൻ പഠിപ്പിച്ചിരുന്നു. ആനുവൽ കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ട്, ആനുവൽ കോസ്റ്റ് ഓഫ് ഗിവിംഗ് ഡിസ്കൗണ്ട്. എന്തായിരുന്നു ഇക്വേഷൻ? 1 plus discount by amount let pay. ആനുവൽ കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എഫക്റ്റീവ് ആനുവൽ കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറയാം. എഫക്റ്റീവ് ആനുവൽ കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്തായിരുന്നു ഇക്വേഷൻ? 1 പ്ലസ് പറഞ്ഞ 1 പ്ലസ് Discount by amount let pay 1 പ്ലസ് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ എമൗണ്ട് ലെറ്റ് ടു പേ or raised to number of period minus 1. ഓൾ റൈസ് ടു നമ്പർ ഓഫ് പീരീഡ് മൈനസ് 1. ഇവിടെ നമ്പർ ഓഫ് പീരീഡ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം എന്നാ പറഞ്ഞത്? എന്നെ എടുക്കുന്ന സമയത്ത് മേലെ ഏതാ വർഷമാണോ മാസമാണോ അടിയിൽ ബാക്കി എത്ര ദിവസം ഉണ്ട്? മുകളിൽ ഇപ്പോൾ 12 ആണെങ്കിൽ മന്ത്സിലാണെങ്കിൽ 12 എടുക്കണം. ബൈ എത്ര മാസമാണ് ഡിഫറൻസ്, അതായത് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എത്ര മാസമാണ് ആ ഡിഫറൻസ്. സോ അത് ചെയ്യാം. അപ്പോൾ 3 ആണെങ്കിൽ 3 12/3 അതാണ് എന്നിന്റെ വാല്യൂ വരിക അല്ലേ? അല്ലടാ, 3 മാസമാണ് ഡിഫറൻസ് എങ്കിൽ എന്നിന്റെ വാല്യൂ എത്ര വരിക? 3 ആയിരിക്കും വരിക. 12/3 ആയിരിക്കും വരിക. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ? യെസ്. ഓക്കെ, സോ ആനുവൽ കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന വാല്യൂ ഇങ്ങനെയാണ് കാണുക. ഇതിന്റെ അർത്ഥം എന്താ? അപ്പോൾ ഇതൊരു 10% കിട്ടി. അതിന്റെ അർത്ഥം എന്താ? ഡിസ്കൗണ്ട് കൊടുത്താൽ നമുക്ക് 10% കോസ്റ്റ് ഉണ്ട്. ഡിസ്കൗണ്ട് കൊടുത്താൽ വെരി ഗുഡ്. ഡിസ്കൗണ്ട് കൊടുത്താൽ നമുക്ക് 10% കോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ 3 മാസം കൊണ്ട് കിട്ടേണ്ട പൈസ ഞാൻ എന്ത് ചെയ്തു? 1 മാസം കൊണ്ട് വാങ്ങിച്ചെടുത്തു. ഓക്കെ, ഞാനൊരു 2% ഡിസ്കൗണ്ട് കൊടുത്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ എനിക്ക് എത്ര കോസ്റ്റ് ഉണ്ട്? 1 വർഷം എത്ര കോസ്റ്റ് ഉണ്ട്? 3 മാസം കൊണ്ട് കിട്ടേണ്ട പൈസ 1 മാസം കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2% ഞാൻ ഡിസ്കൗണ്ട് കൊടുത്താൽ 1 വർഷം എനിക്ക് എത്ര ശതമാനം കോസ്റ്റ് ഉണ്ട്? അതാണ് ആനുവൽ കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ട്. ഓക്കെ, 1 പ്ലസ് ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ എമൗണ്ട് ലെറ്റ് ടു പേ റൈസ് ടു n മൈനസ് 1. ഈ ഇക്വേഷനിലാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ. എനിക്കറിയാം പകുതി ആൾക്കാരും, നിങ്ങളിൽ പകുതി മുക്കാൽ ആൾക്കാരും ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടാവും. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഓക്കെ, എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് നോക്കണം. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ ഇക്വേഷൻ? നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താ. ഓക്കെ, നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ടില്ല എങ്കിൽ പ്രശ്നം വരും. എനിവേ, സോ ഈ ഇക്വേഷൻ ആണ് 1 വർഷം നമുക്ക് എത്ര കോസ്റ്റ് ഉണ്ട് എന്ന് കാണുക. ഇവിടെ ചോദിച്ചത്, ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിൽ സി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 1.5% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, എന്തിന് കൊടുത്താൽ 1 മാസം കൊണ്ട് പൈസ തരികയാണെങ്കിൽ അതിന് 1.5% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ആനുവൽ കോസ്റ്റ് ഉണ്ടാവുക? രണ്ട് കേസിൽ. ഓക്കെ, ഒന്ന് 3 മാസം കൊണ്ട് കിട്ടുന്ന പൈസ എന്ത് ചെയ്യാണ്? 1 മാസം കൊണ്ട് മേടിച്ചെടുക്കാണ്. വേറൊന്ന് 2 മാസം കൊണ്ട് കിട്ടുന്ന പൈസ 1 മാസം കൊണ്ട് മേടിച്ചെടുക്കാണ്. രണ്ട് കേസിൽ. ഓക്കെ, അതായത് 2 മാസം കൊണ്ട് കിട്ടേണ്ട പൈസ ഞാൻ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 1 മാസം കൊണ്ട് മേടിച്ചെടുക്കുകയാണെങ്കിലുള്ള കോസ്റ്റ്. 3 മാസം കൊണ്ട് കിട്ടേണ്ട പൈസ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 1 മാസം കൊണ്ട് മേടിച്ചെടുക്കുകയാണെങ്കിൽ ഉള്ള കോസ്റ്റ് അല്ലേ? അതാണ് ചോദിച്ചത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഇക്വേഷൻ ചെയ്താൽ എന്തായിരുന്നു ഇക്വേഷൻ കൂടി പറഞ്ഞ? ആനുവൽ കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ട് 1 plus discount divided by amount left to pay 1 plus discount divided by amount let to pay raised to 12/1. raised to n. Okay, raised to n minus 1. ഇതായിരുന്നു ഇക്വേഷൻ, ആനുവൽ കോസ്റ്റ് കാണേണ്ട ഇക്വേഷൻ. ഇനി ശ്രദ്ധിക്കുക, ഒന്നാമത്തെ കേസിൽ എത്രയാണ് കോസ്റ്റ് വരിക നോക്കാം. ഒന്നാമത്തെ കേസിൽ ആനുവൽ കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? 2 മാസം കൊണ്ട് കിട്ടേണ്ട പൈസ 1.5% ഡിസ്കൗണ്ട് കൊടുത്ത് 1 മാസം കൊണ്ട് മേടിച്ചെടുക്കുക. സോ എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? 1.5% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. എമൗണ്ട് ലെറ്റ് ടു പേ ബാക്കി എത്ര ശതമാനം നമുക്ക് കിട്ടും?
98.5. 98.98.5% ബാക്കി നമുക്ക് കിട്ടും. റേസ് ടു ദ പവർ n എന്ന് പറഞ്ഞാൽ ഇവിടെ മന്തിലല്ലേ 1 2 3 മന്തുകളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം 12 ബൈ എന്നിന്റെ വാല്യൂ എടുക്കാം കേട്ടോ. 12 ബൈ മന്തിലായതുകൊണ്ട് 12 എടുക്കുക ബൈ എത്ര സമയം നേരത്തെയാണ് കിട്ടുന്നത്. അത് 2 മാസം കൊണ്ട് കിട്ടേണ്ട പൈസ ഞാൻ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 1 മാസം കൊണ്ട് മേടിച്ചെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എത്ര വരിക 12 ബൈ 1 അല്ലേ. അതാണ് n ഈക്വൽ ടു 12 ബൈ 1. അപ്പോൾ റേസ് ടു 12 ബൈ 1 12 ബൈ 1 ആണ് 12 തന്നെ. റേസ് ടു 12 മൈനസ് 1 ഇതാണ് ഒന്നാമത്തെ കേസിലുള്ള ആനുവൽ കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ട്. അത് എത്ര പറഞ്ഞത് 20%. DL 20% ആണ്. കറക്റ്റ് വാല്യൂ നോക്കിക്കേ 90.89. എത്രയാ 90.89. 19.89. സോ ഇതിന് ആൻസർ വരിക 19.20 അല്ല 19.89. ഓക്കെ കറക്റ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്താലാണ് 20 വരിക. ഓക്കെ രണ്ടാമത്തെ കേസിൽ ഓക്കെ 1 പ്ലസ് ഇത് ഇതേപോലെ ചെയ്യാം 1 പ്ലസ് 1.5% ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ബാക്കി 98.5% കിട്ടും. റേസ് ടു ദ പവർ 12 ചെയ്യാൻ പറ്റുമോ? 12 by 2. n എടുക്കുമ്പോൾ 12 എടുക്കാൻ പറ്റൂല. നേരത്തെ ഇവിടെ 1 മാസത്തെ ഡിഫറൻസ് ഉള്ളത്. അതായത് 2 മാസം കൊണ്ട് കിട്ടുന്ന പൈസ 1 മാസം കൊണ്ട് മേടിച്ചു കഴിഞ്ഞാൽ 1 മാസം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ സേവ് ആക്കുന്നുണ്ട്. ഇവിടെ എത്ര മാസം സേവ് ആക്കുന്നത് 3 മാസം കൊണ്ട് കിട്ടുന്ന പൈസ 1 മാസം കൊണ്ട് മേടിച്ചെടുത്താൽ എത്ര മാസം സേവ് ആക്കുന്നുണ്ട് 2 മാസം സേവ് ആക്കുന്നുണ്ട്. അപ്പൊ n എടുക്കുമ്പോൾ 12 ബൈ 2 വാല്യൂ എത്ര വരിക 12 ബൈ 2ന്റെ 6. അപ്പൊ റേസ് ടു 6 മൈനസ് 1 ഇതാണ് 3 മാസം കൊണ്ട് കൊടുക്കേണ്ട പൈസ 9.49. കിട്ടേണ്ട പൈസ 1 മാസം കൊണ്ട് കിട്ടിയാലുള്ള എന്ത് ബെനിഫിറ്റ് കേട്ടോ. എത്ര വരിക കോസ്റ്റ് 3 മാസം കൊണ്ട് കിട്ടേണ്ട പൈസ 1 മാസം കൊണ്ട് മേടിച്ചെടുക്കാനുള്ള കോസ്റ്റ് എത്ര 9.49. 9.49%. ഓക്കെ എടാ ഈ 9.49 ആണ് എടുക്കേണ്ടത്. ഈ 9.49 ആണ് എടുക്കേണ്ടത്. 9.49 Option A. ഓപ്ഷൻ എ. കാരണം എന്താ 19.89 ഇവിടെ ഉള്ളത്. സോ ഇതാണ് എടുക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ സെറ്റ് അല്ലേ. ആ ഇക്വേഷൻ പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ആ ഇക്വേഷൻ എന്താണ് അതുകൊണ്ട് എന്താ മീനിങ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. സാർ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശ്രദ്ധിച്ച് കേൾക്കണേ. നല്ല ശ്രദ്ധിച്ചാലേ എന്ത് ചെയ്യുള്ളൂ അതിന്റെ ഉത്തരം കിട്ടുള്ളൂ. ഇവിടെ 3 മാസം കൊണ്ട് കൊടുക്കേണ്ട പൈസ 1 മാസം കൊണ്ട് മേടിച്ച് 2 മാസം കൊണ്ട് കിട്ടേണ്ട പൈസ 1 മാസം കൊണ്ട് മേടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് കാരണം? റീസൺ എന്താന്ന് പറയണം. വേണമെങ്കിൽ വേണം. കുറവാ എന്താ റീസൺ എക്സാക്ട് റീസൺ പറയണം. സ്പെസിഫിക് കാരണം പറയണം. ആർക്കാ പറയാൻ പറ്റുക? 2 മാസം കൊണ്ട് കിട്ടേണ്ട പൈസ 1 മാസം കൊണ്ട് മേടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ? കോസ്റ്റ് എന്താ റീസൺ? 19.8% 8-9% കോസ്റ്റ് കൂടുതലാണ്. അതെങ്ങനെ കോസ്റ്റ് കൂടുതലാണ് നിങ്ങൾക്ക് മനസ്സിലായേ? Cost of capital 10%. ഇവിടെ വെരി ഗുഡ് അടിപൊളി. ഇവിടെ മുകളിൽ അവർ പറയുന്നുണ്ട് അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്. 10% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് അതിന്റെ മീനിങ് എന്താ വെച്ചാൽ അവർക്ക് 10% എന്ത് ചെയ്യും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും അല്ലെ. 10% ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. 2 മാസം കൊണ്ട് കിട്ടേണ്ട പൈസ 2 months കൊണ്ട് കിട്ടേണ്ട പൈസ ഞാൻ 1 മാസം കൊണ്ട് മേടിച്ചെടുക്കാണ്. അങ്ങനെ മേടിച്ചെടുക്കുന്ന സമയത്ത് 19.89% എനിക്ക് കോസ്റ്റ് ഉണ്ട്, ചെലവുണ്ട്. അത് നഷ്ടപ്പെട്ടു. ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് ചെലവ് 19.89%. അത് ഞാൻ ചെയ്യണോ വേണ്ടയോ? വേണ്ട. പകരം എന്ത് ചെയ്താൽ മതി? 3 മാസത്തിൽ അല്ല വേറെ മീൻസ് പകരം എന്ത് ചെയ്താൽ പകരം ബാങ്ക് പോയിട്ട് ലോൺ എടുത്താൽ പോരെ. വെറുതെ 19.89% പൈസ ചെലവാക്കിയിട്ട് പിന്നെ ഡിസ്കൗണ്ട് കൊടുത്ത് പൈസ നേരത്തെ മേടിച്ചെടുക്കാനുള്ള ലാഭം ഒരു എപ്പോഴാന്ന് വെച്ചാൽ തന്നോട്ടെ. പകരം ഞാൻ എന്ത് ചെയ്യാം പിന്നെ ബാങ്ക് പോയിട്ട് ലോൺ എടുക്കാം. അപ്പൊ എനിക്ക് എത്ര കോസ്റ്റ് ഉള്ളൂ 10%. ഇവിടെ 19% കോസ്റ്റ് ഉണ്ട്. അപ്പോൾ 2 മാസം കൊണ്ട് കിട്ടേണ്ട പൈസ 1 മാസം കൊണ്ട് മേടിച്ചെടുക്കുന്ന കാര്യമൊന്നുമില്ല കേട്ടോ. നഷ്ടമാണ്. നഷ്ടം വരിക 19.8% കോസ്റ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കേസിലോ എടുക്കണ്ടേ? കാരണം എന്താ ഇത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവാ. ബാങ്ക് പോയാൽ എനിക്ക് 10% എന്തേ ഉള്ളൂ പിന്നെ ലോൺ കിട്ടുള്ളൂ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്. പക്ഷേ ഈ 3 മാസം കൊണ്ട് കിട്ടേണ്ട പൈസ 1 മാസം കൊണ്ട് വാങ്ങിച്ചെടുത്താൽ എനിക്ക് 9% കോസ്റ്റ് ഉള്ളൂ. അപ്പൊ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിനേക്കാളും മെച്ചം 3 മാസം കൊണ്ട് കിട്ടേണ്ട പൈസ 1 മാസം കൊണ്ട് മേടിച്ചെടുത്താൽ പോരെ. മീൻസ് ലോൺ എടുക്കുന്നതിനേക്കാളും മെച്ചം എന്റെ റിസീവബിൾസ് നേരത്തെ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം നേരത്തെ മേടിച്ചെടുക്കുക. അതല്ലേ ബുദ്ധി ആണോ? അത് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിനെ മീൻസ് നമ്മൾ ബാങ്ക് പോയിട്ട് ലോൺ എടുക്കുന്നതിനേക്കാൾ ലാഭം ഈ കേസിൽ എന്താണ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് നേരത്തെ എന്ത് ചെയ്യാം പൈസ മേടിച്ചെടുക്കുക. അപ്പൊ ഇത് ആക്സെപ്റ്റ് ചെയ്യണം. ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിനേക്കാൾ ലാഭം എന്താ ബാങ്ക് പോയിട്ട് ലോൺ എടുക്കാണ്. ഓക്കെ അപ്പൊ അങ്ങനെ കേട്ടോ. അതതിന്റെ പിന്നിലെ ലോജിക്ക്.